ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരാഴ്ച LDC എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത 2022, 23, 24 വർഷങ്ങളിലെ ഫുൾ PYQ വിത്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്, അതുപോലെ കോഡിലൂടെ പഠിപ്പിക്കുന്ന ക്ലാസ് 3 വർഷങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു റിവിഷൻ വീഡിയോ ആണിത്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷം കണ്ടിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള വർഷങ്ങളൂടെയും കാണാൻ ശ്രമിക്കുക. എല്ലാ വർഷങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു റിവിഷനായിട്ട് ഉപയോഗിക്കുക. ഏതാണ്, ഈ ആഴ്ചയാണ് നിങ്ങൾക്ക് LDC പരീക്ഷയെങ്കിൽ നിങ്ങളതൊരു റിവിഷനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് സെഷനിലേക്ക് കടക്കാം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? യൂണിവേഴ്സിറ്റി LGS മെയിൻസ് 2024 ഒരു ചോദ്യമാണ്. ഉത്തരം എന്താണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലേ. എങ്ങനെ ഓർക്കാം? കേരള ഹൈക്കോടതി അല്ലെ, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ഹൈ പൊസിഷനിൽ എന്താണ് ഭയങ്കര ആശയായിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും. ആശിഷ് ജിതേന്ദ്ര ദേശായി, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവാൻ ആശിഷ് ജിതേന്ദ്ര ദേശായി എന്ന് ഓർക്കുക. ഓക്കെ അല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? എന്താണ്? മംഗൾയാൻ. ഉത്തരം മംഗൾയാൻ. നമ്മൾ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. നമ്മൾ കറണ്ട് അഫെയർ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ഓപ്ഷൻ കൊടുത്താൽ ആ ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് ഫീഡായി പോകാൻ, നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് ഫീഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ വായിക്കുന്നില്ല. ജസ്റ്റ് ആൻസറും അത് കണക്ട് ചെയ്യാനുള്ള ട്രിക്സും കോഡ്സും മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് മംഗൾയാൻ. എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അറിയില്ലെങ്കിൽ എന്താണ്? ചൊവ്വ ദോഷം ഉണ്ടെങ്കിൽ എന്താണ്? മാംഗല്യം നടക്കില്ല അല്ലേ. മംഗൾയാൻ, ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് മംഗൾയാൻ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. മൂന്നാമത്തെ ചോദ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് അല്ലേ. 2024 G20 ഉച്ചകോടി നടക്കുന്നത് ബ്രസീൽ. 2023 ഇന്ത്യയിലാണ് നടന്നത്. 2022 ഇന്തോനേഷ്യ. ഇനി 2025 എവിടെയാണ്? 25 സൗത്ത് ആഫ്രിക്ക അല്ലേ. നമ്മൾ ഓൾറെഡി G20യുടെ ഒരു സെഷൻ ചെയ്തതാണ്. അതെല്ലാം കോഡ് വെച്ച് തന്നെ, വർഷങ്ങൾ പോലും കോഡ് വെച്ച് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചാണ്. അതുകൊണ്ട് കൂടുതൽ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ആ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. നാലാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. എങ്ങനെ ഓർക്കാം? റോവർ അല്ലേ. റോ മെറ്റീരിയൽ ഇവിടെ നിന്ന് കിട്ടുന്ന പ്രകൃതിയിൽ നിന്നല്ലേ. റോ മെറ്റീരിയൽ കിട്ടുന്ന പ്രകൃതി, പ്രഗ്യാൻ അല്ലേ. നമ്മൾ ഈ ഒരു സെഷനും ചന്ദ്രയാനും നമ്മളൊരു സെഷനിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. അടുത്ത് നോക്കുക. അഞ്ചാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന കേരള സ്പീക്കർ AN ഷംസീർ ആണ്. ശരിയാണല്ലോ? ശരിയാണ്. അടുത്ത് നോക്കൂ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. കേരള ഹൈക്കോടതിയാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അപ്പോൾ തെറ്റാണല്ലേ. തെറ്റാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതും ശരിയാണല്ലോ. അപ്പോൾ 2 മാത്രമാണ് തെറ്റ്, 1ഉം 3ഉം ശരി. ഓക്കെ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആശിഷ് അല്ലേ. DY ചന്ദ്രചൂഡ് ആരാണ്? ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണല്ലേ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. ആറാമത്തെ ചോദ്യം. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അടുത്തത് 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. ആണോ? അല്ലല്ലോ. മീശ എന്നാണ് 2022 അല്ലേ. മീശ 2 സൈഡിലേക്ക് നിൽക്കുന്ന മീശ 2022 അല്ലേ. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. ശരിയാണല്ലോ? ശരിയാണ്. ഓക്കെ. അപ്പോൾ 2 മാത്രമാണ് തെറ്റ്. അടുത്ത് നോക്കൂ. നമ്മൾ ഓൾറെഡി സാഹിത്യ അവാർഡുകളും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾ പോലും, വീണ്ടും പറയുകയാണ്, വർഷങ്ങൾ പോലും ഓർത്ത് വയ്ക്കാനുള്ള കോഡിലൂടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ. സോ കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും ഒരു നഷ്ടമായിരിക്കും. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടുവെക്കുക. അടുത്ത ചോദ്യം നോക്കൂ. 7ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു അല്ലേ. ഗസ്റ്റായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ഓക്കെയാണ്. അടുത്തത് ISRO ചെയർമാൻ മോഹൻകുമാർ. ISROയുടെ ചെയർമാൻ മോഹൻകുമാർ ആണോ? അല്ല, തെറ്റാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അടുത്തത് ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. അതും ശരിയാണ്. ഓക്കെ. അപ്പോൾ 1ഉം 3ഉം 4ഉമാണ് ശരി. ഇതൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ഓൾറെഡി ചന്ദ്രയാൻ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തന്നെ ഒരുപാട് ചന്ദ്രയാനും അവാർഡ്സും എല്ലാം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോന്നിലും പറയുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് കണ്ടാൽ, ഒറ്റ ക്ലാസ്സിൽ ഒരു 12 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം ഫുള്ള് ക്ലിയറായി ഒരിക്കലും മാറിപ്പോകാത്ത രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്. വേണ്ടവരാണ്. ഓക്കെ. അടുത്ത് നോക്കൂ. എട്ടാമത്തെ ചോദ്യം എന്താണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ Y ചന്ദ്രചൂഡ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ Y ചന്ദ്രചൂഡ്. എന്താണ്, സുപ്രീം കോടതിയുടെ ഒക്കെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണമെങ്കിൽ കുറച്ച് ഒരു ചൂടന്മാരൊക്കെ ആയിരിക്കും അല്ലേ. കുറച്ച് ചൂടനാണ് എന്ന് കരുതുക. ഓക്കെ. ചന്ദ്രചൂഡ്. അടുത്തത് 9ാമത്തെ ചോദ്യം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ഓർത്ത് വയ്ക്കുക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. അവിടെ നോക്കൂ. 10ാമത്തെ ചോദ്യം. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തികമാണല്ലോ, അപ്പോൾ ഗോൾഡിൻ, സാമ്പത്തികം ഗോൾഡ് കണക്ട് ചെയ്ത് വെക്കാലോ. ക്ലോഡിയ ഗോൾഡിൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ ലഭിച്ചു. അവിടെ നോക്കൂ. 11ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? ഉത്തരം പ്രഗ്യാനാണ് അല്ലേ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് പ്രഗ്യാൻ. പ്രകൃതി നമ്മൾ പറഞ്ഞതാണല്ലോ. വീണ്ടും
ആവർത്തിച്ച ഒരു ചോദ്യമാണ്. അടുത്ത് നോക്കൂ 12ാമത്തെ ചോദ്യം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ് അല്ലേ. അപ്പോൾ കൊൽക്കത്തയിലാണെങ്കിൽ ആരും കൊല്ലില്ല അല്ലേ. കൊൽക്കത്ത കൊല്ലുക. കൊൽക്കത്തയിലാണെങ്കിൽ ആരും കൊല്ലില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? സേഫാണ് അല്ലേ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ 13ാമത്തെ ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോണൈറ്റ്സ് ഉപഗ്രഹം ഏതാണ്? സൺസിൻക്രോണൈറ്റ്സ് IRS-1A. 14ാമത്തെ ചോദ്യം. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. ADP പ്രകാരം കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. അടുത്ത ചോദ്യം നോക്കൂ 15ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? AB രാജേഷ് കളമശ്ശേരി ആണോ? തെറ്റാണല്ലേ. P രാജീവ് ബേപ്പൂർ, PA മുഹമ്മദ് റഷീദ് ആറന്മുള, വീണ ജോർജ് തൃത്താല. എല്ലാം തെറ്റാണ്. AB രാജേഷ് എവിടെയാണ്? തൃത്താലയിൽ നിന്നാണ് അല്ലേ. AB രാജേഷ് അല്ലെങ്കിൽ MP രാജേഷ് തൃത്താലയിൽ നിന്നാണ്. P രാജീവ് എവിടെ നിന്നാണ്? P രാജീവ് കളമശ്ശേരി. അതുപോലെ PA മുഹമ്മദ് റഷീദ് ആയിരിക്കില്ല, റിയാസിനെ ആയിരിക്കും. PA മുഹമ്മദ് റിയാസിനെ ആയിരിക്കും ഉദ്ദേശിച്ചത് ബേപ്പൂർ. വീണ ജോർജ് എവിടെയാണ്? ആറന്മുള. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻസ് തെറ്റി ചെന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം തെറ്റാണ്. അവിടെ നോക്കൂ 16ാമത്തെ ചോദ്യം. നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ, നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയ ദിനം ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. 2023 സെപ്റ്റംബർ 20-നാണ്. ഓക്കെ, ഒരു വുമൻസ് റിസർവേഷൻ ബിൽ 2023 വുമൻസ് റിസർവേഷൻ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നത്. ഓക്കെ, 106ാമത്തെ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നതാണ്. 128ാമത്തെ അമെൻമെൻറ്റ് ബില്ലായിരുന്നു കേട്ടോ. 128ാമത്തെ ബില്ലായിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ലോക്സഭയിൽ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20 അല്ലേ. സ്ത്രീകൾക്ക് വേണ്ടിയല്ലേ. സ്ത്രീകൾ സ്ത്രീ അല്ലേ. സ്ഥാപിച്ചു തുടങ്ങുന്ന ഒരു മാസം സെപ്റ്റംബർ 20 ലോക്സഭയിൽ പാസ്സാക്കി, 21 രാജ്യസഭയിൽ പാസ്സാക്കി. പ്രസിഡന്റ് ഒപ്പിട്ടത് 28-നാണ്, 28-ന്. അപ്പോൾ 20, 21, 28 എന്ന് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണിത്. ഈ ഒരു 100 ചോദ്യത്തിൽ തന്നെ നമുക്ക് 2 തവണ ഇത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ 17ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3-ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നത് എല്ലാം ശരിയാണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ 18ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? MS ധോണി. SBIയുടെ ബ്രാൻഡ് അംബാസിഡർ MS ധോണി. 19ാമത്തെ ചോദ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5 അല്ലേ. ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം രാജ്യസഭയിലാണല്ലേ ആദ്യം ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് രാജ്യസഭയിലാണ്. ആരാണ്? അമിത്ഷായാണ് അവതരിപ്പിച്ചത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5-നാണ്. ഓക്കെ, 5-ന് തന്നെ പാസ്സായി. ദെൻ ലോക്സഭയിൽ ഓഗസ്റ്റ് 6 അടുത്ത ദിവസം. ഓഗസ്റ്റ് 5 രാജ്യസഭ, ലോക്സഭയിൽ ഓഗസ്റ്റ് 6. ഓക്കെ, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 9-നാണ്. ഓക്കെ, ഓഗസ്റ്റ് 5, 6, 9 എന്ന് ഓർമ്മിക്കുക. നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ 21ാമത്തെ ചോദ്യം. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 14-ാം പഞ്ചവത്സര പദ്ധതി 2022 മുതൽ 27 വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 14-ാം പഞ്ചവത്സര പദ്ധതി. 2022-ന് സ്റ്റാർട്ട് ചെയ്തല്ലേ. 22, 2, 4 14-ാം പഞ്ചവത്സര പദ്ധതി കണക്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കൂ 22ാമത്തെ ചോദ്യം. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? COP28 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. നോക്കൂ, UAE-യിൽ വെച്ചാണ്. ഓക്കെ അല്ലേ. അടുത്തത് ചന്ദ്രയാൻ 3-ൻ്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓക്സിജൻ, ഹൈഡ്രജൻ, സൾഫർ, എയും സിയും ആണല്ലേ. ഓക്സിജനും സൾഫറും. റോവർ സ്ഥിരീകരിച്ചത് ഓക്സിജൻ, സൾഫർ. എങ്ങനെയാണ്? ചന്ദ്രയാൻ 3-ൻ്റെ റോസ് എന്ന് പഠിക്കുക അല്ലേ. റോസ്, റോവർ, ഓക്സിജൻ, സൾഫർ, റോസ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ 24ാമത്തെ ചോദ്യം. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? ദ കവനന്റ് ഓഫ് വാട്ടർ എബ്രഹാം വർഗീസ്. ദ കവനന്റ് ഓഫ് വാട്ടർ എബ്രഹാം വർഗീസ്. അടുത്ത ചോദ്യം നോക്കാം 25ാമത്തെ ചോദ്യം. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഇന്തോനേഷ്യയിൽ, അപ്പോൾ ഏഷ്യയാണല്ലോ വൻകര വരുന്നത്. ഏഷ്യ. ഓപ്ഷൻ ബി ഏഷ്യ. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 10. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10. 27ാമത്തെ ചോദ്യം. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു അല്ലേ. ശരിയാണല്ലോ. നമ്മൾ ക്ലാസ് പറഞ്ഞല്ലേ, ഇന്ത്യയിൽ എന്താണ് G20 ഒക്കെ നടത്തുമ്പോൾ 8-ൻ്റെ പണിയല്ല 18-ൻ്റെ പണിയാണ് അല്ലേ. 18ാമത്തെ ഉച്ചകോടിയാണ്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ശരിയാണല്ലോ. ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ് ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണ്. ശരിയാണോ? അല്ല, ആദ്യത്തെ ഉച്ചകോടിയാണല്ലേ. അപ്പോൾ 1ഉം 2ഉമാണ് ശരി, 3ാമത്തെ തെറ്റാണ്. ഓപ്ഷൻ സി ഓൺലി 1 and 2. 28ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്?
ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത എന്ന് പറയുന്നത് ഋതു കരിതാൽ. ഓപ്ഷൻ ബി ഋതു കരിതാൽ. ഓക്കെ, ഓപ്ഷൻ ഡി നോക്കൂ, ടെസ്സി തോമസ് ആരാണ്? മിസൈൽ വനിതയാണ്. ഇന്ത്യയുടെ മിസൈൽ വനിതയാണ് ടെസ്സി തോമസ്. ഓക്കെ, അപ്പോൾ റോക്കറ്റ് മാൻ ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്ന് പറയുന്നത് കെ ശിവനാണല്ലേ, കെ ശിവൻ. ഓക്കെ, നമ്മുടെ ISROയുടെ ചെയർമാൻ ആയിരുന്നു അല്ലേ. അതുപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം APJ അബ്ദുൽ കലാം. ഓർത്ത് വയ്ക്കുക, റോക്കറ്റ് വനിത ഋതു കരിതാൽ, മിസൈൽ വനിത ടെസ്സി തോമസ്, റോക്കറ്റ് മാൻ ആരാണ്? കെ ശിവൻ, മിസൈൽ മാൻ ആരാണ്? APJ അബ്ദുൽ കലാം. അടുത്തത് 29ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലി അല്ലേ, യു ഷറഫ് അലി. നമ്മൾ ക്ലാസ്സിൽ എടുത്താണല്ലോ സ്റ്റേറ്റ് സ്പോർട്സിലേക്ക് ആകുമ്പോൾ ഉഷാറായിട്ട് കളിക്കാം അല്ലേ, യു ഷറഫ് അലി എന്ന് കൂട്ടി എഴുതിയാൽ, ഇംഗ്ലീഷിൽ കൂട്ടി എഴുതിയാൽ എന്താണ്? യു ഷറഫ് അലി, ഉഷാറഫ് അലി എന്ന് വരും. അടുത്ത് നോക്കൂ, 30ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് ഷെയ്പ്പാണ്. ഓക്കെ, രംഭ, ഷെയ്പ്പ്, ചേസ്റ്റ്, ഇൽസ അല്ലേ. നമ്മൾ രംഭ അല്ലേ, സിനിമ കണ്ടി രംഭ, ചെസ്റ്റ്, ഇൽസ അസുഖം അല്ലേ. ഇതെല്ലാം വെച്ച് നമ്മളൊരു കോഡ് പറഞ്ഞിരുന്നല്ലോ. എന്ന തമിഴ് സിനിമയുമായിട്ട് ഈ ഒരു കഥ ഉണ്ടാക്കി നമ്മളൊരു പഠിച്ചതാണ് അല്ലേ, കോഡിലൂടെ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അറിയാത്തവർക്ക് ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അടുത്ത ചോദ്യം നോക്കൂ, 31ാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? വീണ്ടും എഴുത്തച്ഛൻ പുരസ്കാരം P. വത്സലയാണല്ലേ, 2021. ഈ വർഷം പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ 21 നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, വർഷങ്ങൾ കൂടി ഈ പുരസ്കാരം അവാർഡിൻ്റെ ഒപ്പം വർഷങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് പഠിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 21 ഒന്ന് എഴുതുമ്പോൾ P അല്ലേ, P എഴുതണമെങ്കിൽ ആദ്യം 1. അതുപോലെ സേതുമാധവൻ 2022 സേതു അല്ലേ, സേതുമാധവൻ്റെ 2 കിരീടവും ചെങ്കോലും അതുപോലെയാണല്ലോ നമ്മൾ പഠിച്ച്. അപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് കരുതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P. വത്സല. അടുത്ത ചോദ്യം നോക്കൂ, 32ാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, നിഴലുറങ്ങുന്ന വഴികൾ അല്ലേ, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്. നിഴലുറങ്ങുന്ന വഴികൾ ആരുടെ? P. വത്സലയുടെ അല്ലേ. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ അല്ലേ, നമ്മൾ ഓൾറെഡി കോഡ് വെച്ച് തന്നെ പഠിച്ചതാണ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ, 33ാമത്തെ ചോദ്യം, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? നഞ്ചിയമ്മ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 34ാമത്തെ ചോദ്യം, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ് അല്ല. നമ്മളൊരു കോഡിലൂടെ പഠിച്ചാണല്ലോ ഒളിമ്പിക്സ് വേദികൾ നമ്മൾ പഠിച്ചല്ലേ, 2020 മുതൽ 32 വരെ. എന്തായിരുന്നു കോഡ്? 20, 24, 28, 32. എന്തായിരുന്നു? ടോപ്പിൽ ലോബി അല്ലേ, ടോപ്പിൽ ലോബി. 2020 ടോക്കിയോ, 2024 P. പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 B. ബ്രിസ്ബെയിൻ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ, അടുത്ത ചോദ്യം 35ാമത്തെ ചോദ്യം, 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൺ അല്ലേ. 2023 രാജസ്ഥാനിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രം. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭയങ്കര മരുഭൂമിയൊക്കെ ആയിട്ട് ഭയങ്കര ചൂടായിരിക്കും, സണ്ണൊക്കെ നേരിട്ട് കാണാമല്ലോ, സൺ അല്ലേ, രാജസ്ഥാൻ സൺ, സോർസൺ. കണക്ട് ചെയ്യാലോ. അടുത്ത് നോക്കൂ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V. ഹരിനായർ അല്ലേ. നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ എന്ത് പറയും, കുറച്ച് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും പറയുമ്പോൾ പറയില്ലേ, ഞാനും അരിയാണ് കഴിക്കുന്നത് എനിക്കും വിവരമുണ്ട് എന്ന് പറയില്ലേ, ഞാനും അരിയാണ് കഴിക്കുന്നത് എനിക്കും വിവരമുണ്ട് അല്ലേ. ഹരിനായർ, ഹരി. കണക്ട് ചെയ്യാലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ, 37ാമത്തെ ചോദ്യം, 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ശ്രീമാൻ നാരായണൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയത് ശ്രീമൻ നാരായണൻ. അടുത്തത് 38ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. വേറെ എന്തൊക്കെ ചോദിക്കാം? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഇന്ത്യ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 39ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? PT ഉഷ. നമുക്കറിയാവുന്നതാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത PT ഉഷ. 40ാമത്തെ ചോദ്യം നോക്കൂ, റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? അഖിൽ P. ധർമ്മജൻ. ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലായിട്ട് വെറുപ്പിച്ചൊരു ബുക്കിൻ്റെ ഒരു ഫോട്ടോ ഓർമ്മയുണ്ടല്ലോ, റാം കെയർ ഓഫ് ആനന്ദി. ഓക്കെ, എങ്ങനെ ഓർക്കാൻ വേണ്ടി എന്താണ്? ധർമ്മജൻ അല്ലേ, ധർമ്മം കൊടുക്കുമ്പോൾ ആനന്ദത്തോടെ കൊടുക്കണം എന്നൊക്കെ ഓർക്കുക. ധർമ്മജൻ, അഖിൽ P. ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദി. അടുത്ത് നോക്കൂ, 41ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കുന്നത്. അടുത്ത് നോക്കൂ, 42ാമത്തെ ചോദ്യം, 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടക്കുന്ന ഒരു തിമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ എന്നതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് തെറ്റ്? പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150ാം എപ്പിസോഡായിരുന്നു ഇത്. ശരിയാണോ തെറ്റാണോ അല്ലേ? അടുത്ത് നോക്കൂ, എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. ഓക്കെയാണ്. സ്വച്ഛ് ഭാരത് തീം
ഒരു കല ആയി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. ശരിയാണല്ലോ? ഓക്കെയാണ്. അടുത്തത് 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1ഉം 4ഉമാണ് തെറ്റ്. അടുത്ത ചോദ്യം നോക്കൂ. 43ാമത്തെ ചോദ്യം. ഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? XPO സാറ്റ്. ഓക്കെ അല്ലേ? 44ാമത്തെ ചോദ്യം നോക്കൂ. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റെഫർ ചെയ്യുകയും ചെയ്ത് കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഏതാണ്? കേരള ലോകായുക്ത ബില്ലാണ് അല്ലേ? 2022 കേരള ലോകായുക്ത ബിൽ. 45ാമത്തെ ചോദ്യം. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് PSLV C-57. അടുത്ത ചോദ്യം നോക്കൂ. 46ാമത്തെ ചോദ്യം. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കേട്ടതല്ലേ? ഡാനിഷ് സിദ്ദിഖി. 47ാമത്തെ ചോദ്യം. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. 2024 പത്മ പുരസ്കാരം ലഭിക്കാത്ത ആളുകളെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സീതാറാം ജിൻഡാൽ, ഉമാശങ്കറാണല്ലേ? തെറ്റ്. ഫാത്തിമ ബീവിയും മിഥുൻ ചക്രവർത്തി. ഓക്കെയാണ്. നമുക്ക് ഈ പത്മ പുരസ്കാരം ക്ലാസ് ഇതുവരെ എടുത്തിട്ടില്ല. അത് നമുക്കൊന്നും എടുക്കാം കേട്ടോ. പത്മ പുരസ്കാരത്തിൻ്റെ ക്ലാസ് ഉടനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അടുത്ത് നോക്കൂ. 48ാമത്തെ ചോദ്യം. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3 ജില്ലയിൽ ഉൾപ്പെടാത്ത കേട്ടോ ചോദിച്ചിരിക്കുന്നത്? 3 ജില്ലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് അല്ലേ? മണിപ്പൂർ, മേഘാലയ, ത്രിപുര. ഓക്കെ. 1972 ജനുവരി 21 ഈ 3 സംസ്ഥാനങ്ങളുണ്ടായത്. അപ്പോൾ 2022 ജനുവരി 21 ഓർത്ത് വയ്ക്കുക. അത് നോക്കൂ. 49ാമത്തെ ചോദ്യം. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവപ്പെട്ട നോട്ടോ ഏത് രാജ്യത്താണ്? ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ജപ്പാനാണ് അല്ലേ? അപ്പം നോട്ടോ ജപ്പാൻ. എങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ ഈ നോട്ട് പൈസ എടുക്കണമെങ്കിൽ എന്ത് വേണം? പാൻ കാർഡ് വേണം അല്ലേ? നോട്ട് എടുക്കണേ പാൻ വേണം. ജപ്പാൻ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കും. 50ാമത്തെ ചോദ്യം. 2023 വിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? 2023 കാർലോസ് അൽക്കാരസ്. നമ്മൾ പറഞ്ഞതാണ് 3 ഡ്രസ്സ് എന്താണ്? വിം വെച്ച് അലക്കി അല്ലേ? 3 ഡ്രസ്സ് വിം വെച്ച് അലക്കി. വിംബിൾഡൺ, വിം, അൽക്കാരസ്, അലക്കി അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. 51ാമത്തെ ചോദ്യം. 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. ഓക്കെ അല്ലേ? ലയണൽ മെസ്സിയായിട്ട് കണക്ട് ചെയ്യാലോ? അർജൻറ്റീന, ലയണൽ സ്കലോനി. 52ാമത്തെ ചോദ്യം. G20 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ശരിയാണല്ലോ? ശരിയാണ്. അടുത്തത്. G20 സ്ഥിരമായ ആസ്ഥാനമില്ല. അതും ശരിയാണ്. G20 ആസ്ഥാനമില്ല. പിന്നെന്താണ്? 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ആണോ? അല്ല, 1999 അല്ലേ? എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ശരിയാണ്. അതൊക്കെയാണ്. അപ്പോൾ ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. 53ാമത്തെ ചോദ്യം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് അല്ലേ? കാലുകൊണ്ട് വണ്ടി ഓടിച്ച് എല്ലാ ജില്ലകളിലും പോയി. നമ്മൾ പറഞ്ഞല്ലേ? ജിലുമോൾ മാരിയറ്റ് തോമസ്. ഓക്കെ. 54ാമത്തെ ചോദ്യം നോക്കൂ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? ശ്രീലങ്കയാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 55ാമത്തെ ചോദ്യം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ആരാണ്? സജി ചെറിയാൻ. കണക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ചെറിയ മത്സ്യം വാങ്ങാൻ എന്തെങ്കിലും നമ്മൾ സഞ്ചി കൊണ്ടുപോകും അല്ലേ? സജി അല്ലേ? സജി ചെറിയ മത്സ്യം, സജി ചെറിയാൻ എന്ന് കണക്ട് ചെയ്യുക. അടുത്ത ചോദ്യം. 56ാമത്തെ ചോദ്യം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമേത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കൂ. 57ാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? NJ ദേശായി. വീണ്ടും ആവർത്തിച്ച ചോദ്യമാണ്. എന്താണ്? ഹൈക്കോടതി അല്ലേ? ഇവിടെ ആശിഷിനെ നോക്കിയാൽ കിട്ടില്ല, കാരണം AJ അല്ലേ? ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് ഫുൾ നെയിം. ഇവിടെ ഷോർട്ടാക്കി കൊടുത്തിരിക്കുന്നു AJ ദേശായി. അടുത്ത ചോദ്യം നോക്കൂ. 58ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീഷ് ധൻഖർ. അറിയാവുന്നതാണല്ലോ അല്ലേ? 58 ജഗദീഷ് ധൻഖർ. 14ാമത് ഉപരാഷ്ട്രപതി. അപ്പോൾ 15ാമത് രാഷ്ട്രപതി ആണല്ലോ ആരാണ്? ദ്രൗപദി മുർമു. 15ാമത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. അടുത്ത നോക്കൂ. 59ാമത്തെ ചോദ്യം. 59 ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഓർബിറ്ററാണ് അല്ലേ? ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ കൂടുതലൂടെ തന്നെ പഠിച്ചാണല്ലോ. ഓക്കെ ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. 60ാമത്തെ ചോദ്യം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലു അർജുൻ. പറഞ്ഞതാണല്ലോ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നമ്മളെടുത്താണ്. അടുത്ത് നോക്കാം. 61ാമത്
61-ാമത്തെ ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ കാലം സാക്ഷി അറിയാവുന്നതാണല്ലോ. അടുത്ത് നോക്കൂ, 62-ാമത്തെ ചോദ്യം, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. 2023 മിസ് വേൾഡ് 71ാമത് മിസ് വേൾഡ് നടന്നത് ഇന്ത്യയിലാണ് എന്ന് ഓർക്കുക. ഓക്കെ, അതിൻ്റെ മുൻപ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. 1996 ബാംഗ്ലൂരിൽ വെച്ച് ലാസ്റ്റ് നടന്നത് ബാംഗ്ലൂരിൽ വെച്ച് 1996 ഇത്തവണത്തെ 71 ഇത്തവണത്തെ 2023 71ാമത് മിസ് വേൾഡ് ആരായിരുന്നു? ക്രിസ്റ്റീന പ്ലിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കൻ വ്യക്തിയാണ്. ഓക്കെ, ക്രിസ്റ്റീന പ്ലിസ്കോവ. പിന്നെ ഇന്ത്യക്കാർക്ക് ആർക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ലഭിച്ചത് നമുക്കറിയാം 1966 റീത്ത ഫരിയ. 1966 റീത്ത ഫരിയ. ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഐശ്വര്യ റായ് എന്നാണ് ലഭിച്ചത് 1994 അവസാനം ലഭിച്ചത് 2017 മാനുഷി ചില്ലർ. ഓക്കെ, പിന്നെ അതിനിടയ്ക്കും ഒരു 3 പേർക്ക്, മൊത്തം 6 പേർക്കാണല്ലോ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 97 ആരാണ്? ഡയാന ഹൈഡൻ. അതുപോലെ 99 യുക്താമുഖി, 2000 പ്രിയങ്ക ചോപ്ര. ഓക്കെ, ഇങ്ങനെ 6 പേർക്കാണ് മിസ് വേൾഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാം, 63ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ, ഏറ്റവും ഉയരം, ഹൈറ്റ് ആണല്ലോ, ഹൈദരാബാദ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ, 64ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വീണ്ടും ചന്ദ്രചൂഡ് അല്ലേ. സുപ്രീം കോടതി ചൂടൻ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അടുത്ത ചോദ്യം 66ാമത്തെ ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഈ ചോദ്യം ചോദിച്ച സമയത്ത് ഓം ബിർളയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഓം ബിർളയെ തന്നെ വീണ്ടും ലോക്സഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തു അല്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ, 67ാമത്, ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ P വീരമുത്തുവേൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നില്ല. 68ാമത്തെ ചോദ്യം, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. വീണ്ടും വയലാർ അവാർഡ് ആരാണ്? ഏത് കൃതിയാണ്? ജീവിതം ഒരു പെൻഡുലം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, 3 തുമ്പികൾ വയലിലിരുന്ന് എന്താണ് അല്ലേ, പെൻഡുലത്തെ പോലെ ആടിക്കളിക്കണം. നമ്മൾ കഥ പറഞ്ഞ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോൾ 2023 വയലിൽ തുമ്പി ശ്രീകുമാരൻ തമ്പി എന്താണ്? ഒരു പെൻഡുലം പോലെ, ജീവിതം ഒരു പെൻഡുലം കൃതി ഓർത്തിക്കുക. 69ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഏതാണ്? ചെറുധാന്യ വർഷം. ഇതേ ചോദ്യം തന്നെയാണല്ലോ. 64 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023. സെയിം ചോദ്യം തന്നെയാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഓക്കെ, 70ാമത്തെ ചോദ്യം നോക്കൂ, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? എന്തിനാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കൂ, 71ാമത്തെ ചോദ്യം, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 വീണ്ടും COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് വിഷയം? കാലാവസ്ഥാ വ്യതിയാനം. ദുബായ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു, അതുപോലെ ഉച്ചകോടിയുടെ വിഷയം ചോദിച്ചു, കാലാവസ്ഥാ വ്യതിയാനം. അടുത്ത് നോക്കൂ, 72ാമത്തെ ചോദ്യം, 2023 കേരളത്തിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാലോ, എവിടെയാണ്? കോഴിക്കോട്. അടുത്ത് നോക്കൂ, 73ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷയാണ്. ഒഡീഷയിലെ മഹേന്ദ്രഗിരിയാണ് പേര്. അടുത്ത ചോദ്യം നോക്കൂ, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം. 2023 വനിതാ ഫുട്ബോൾ സ്പെയിനാണ്. വനിതകൾ വളരെ പെയിൻ എടുത്താണ് ഫുട്ബോൾ കളിക്കുന്നത് എന്നല്ല നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ, 75ാമത്തെ ചോദ്യം, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശമാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഓർമ്മയുണ്ടല്ലോ. അടുത്ത് നോക്കാം, 76ാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ദേവസ്ഥലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ മെർക്കുറി പോലുള്ള സംഘടനകൾ ഉപയോഗിച്ചിട്ടുള്ള ലിക്വിഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെലിസ്കോപ്പാണ്. ഒരു 4 മീറ്റർ വ്യാസമുള്ള ഒരു പാത്രം പോലുള്ള ഒരു സംഭവത്തിൽ ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് അതിനെ ജ്യോതിശാസ്ത്രത്തിനായിട്ട്, ആകാശ നിരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെലിസ്കോപ്പാണിത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ, 77ാമത്തെ ചോദ്യം, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ് അല്ലേ. ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഐ ആം ഫൈൻ താങ്ക്സ് ഫൈൻ അല്ലേ. ഫിൻലാൻഡ് എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ, 78ാമത്തെ ചോദ്യം, നാരീശക്തി വന്ദൻ അധിനിയം. വീണ്ടും നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2023 സ്ത്രീയാണല്ലോ, സെപ്റ്റംബർ 28 എന്നോർക്കുക. 20 ലോക്സഭ, 21 രാജ്യസഭ, 28 പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കൂ, 79ാമത്തെ ചോദ്യം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 22 രൂപയാണ്. അതായത് 311 രൂപയായിരുന്നു, അത് 333 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം, എന്താണ്? പുതിയ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ് എന്ന് ചോദിക്കാം. 333 രൂപയാണ്. ഓക്കെ അല്ലേ.
അടുത്ത ചോദ്യം 80ാമത്തെ ചോദ്യം. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യം. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? BS6 ആണ്. ഓപ്ഷൻ ഡി BS6. ഓക്കെ അല്ലേ? ഒരുപാട് ന്യൂസിലേക്ക് കേട്ടതായിരിക്കും. അടുത്ത് നോക്കാം 82ാമത്തെ ചോദ്യം. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ അല്ലേ? സരസ്വതി ദേവിക്ക് പുറകിൽ എന്താണ്? ഒരു പ്രഭ കണ്ടല്ലേ? അപ്പോൾ പ്രഭാവർമ്മ സരസ്വതി സമ്മാൻ 2023 ഓർത്തു വയ്ക്കുക. അടുത്തത് 83ാമത്തെ ചോദ്യം. 2024 ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? 2024 ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് അല്ല, ഹിമപ്പുലിയാണ്. ഹിമപ്പുലി. അടുത്ത് നോക്കൂ 84ാമത്തെ ചോദ്യം. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായ്. എങ്ങനെ പഠിക്കാം? ഛത്തീസ്ഗഡ് അല്ലേ? വിഷം കഴിച്ച് ചത്തു. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഒരു കൂട്ട് പറയുകയാണ്. വിഷം കഴിച്ച് ചത്തു. വിഷം അല്ലേ? ഛത്തീസ്ഗഡ്. ഇപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? എത്ര ദിവസമായി എന്ന് ചോദിക്കില്ലേ? അതുപോലെ ഡിയോ സായി അല്ലേ? വിഷ്ണു ഡിയോ സായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം നോക്കൂ 85ാമത്തെ ചോദ്യം. സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ഇന്ത്യയാണ്. അതായത് ഇന്ത്യ മാത്രമാണ് ഈ യുദ്ധത്തിനെതിരെ, മീൻസ് ഈ ലൈബീരിയ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്താണ് ഇതിന് അനുകൂലമല്ല പ്രതികൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. ഇന്ത്യ മാത്രമാണ് അനുകൂലമായി വോട്ട് ചെയ്തത് എന്ന് ഓർക്കുക. അടുത്ത് നോക്കൂ 86ാമത്തെ ചോദ്യം. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 PACE എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എന്താണ്? പ്ലാങ്ക്ടോൺ എരോസൽ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. പ്ലാങ്ക്ടോൺ എരോസൽ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നതിൻ്റെ ചുരുക്കമാണ് പേസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം 87ാമത്തെ ചോദ്യം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 5.8. 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8. അടുത്ത് നോക്കൂ 88ാമത്തെ ചോദ്യം. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? മിലാനും കോർട്ടീന ഡി ആംബസോയും അല്ലേ? മിലാനും കോർട്ടീന ഡി ആംബസോയും 2026 ശൈത്യകാല ഒളിമ്പിക്സ്. ഓക്കെ അല്ലേ? ഒളിമ്പിക്സ് ഒന്നും ഇനിയും നമ്മൾ വീണ്ടും പറയുന്നില്ല. അടുത്ത ചോദ്യം നോക്കാം 89. COP28. വീണ്ടും COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? വീണ്ടും ചോദിച്ചാലുള്ള ദുബായ് അല്ല? ഡിഗ്രി പ്ലിംസ് സ്റ്റേജ് 2ൻ്റെ ചോദ്യമായിരുന്നു. അടുത്ത് നോക്കൂ 90ാമത്തെ ചോദ്യം. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഈ 75 എന്ന് പറയുന്നത് എന്താണ്? 1947 സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷം 2022-23 കാലഘട്ടത്തേക്ക് 75 വർഷങ്ങൾ അല്ലേ? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്നോർക്ക്. അടുത്ത് നോക്കൂ 91ാമത്തെ ചോദ്യം. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. 92ാമത്തെ ചോദ്യം. 2021 ഡേവിസ് ജൂലിയസും ആഡം പെറ്റാപ്പൊറ്റിയും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്രത്തിലാണ്. വൈദ്യശാസ്ത്രം. എങ്ങനെ ഓർക്കാം? ഡേവിഡ് ജൂലിയസ് അല്ലേ? ഡേ മുഴുവൻ ജോലിയാണ്. ഡോക്ടർമാർക്ക് ഡേ മുഴുവൻ ജോലിയാണ്. വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ ഡോക്ടറുമായി ബന്ധപ്പെട്ടുണ്ടോ? അപ്പോൾ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ വൈദ്യന്മാർക്ക് ഡേ മുഴുവൻ ജോലിയാണ് അല്ലേ? അവരെന്ത് എഴുതിയിട്ട് ഇങ്ങനെ ജോലി എടുക്കുന്നത്? ആർക്കും ഒന്നും പറ്റരുത് എന്ന് എഴുതിയിട്ടാണ് അല്ലേ? ആർക്കും പറ്റരുത്. ആഡം പെറ്റാപ്പൊറ്റിയും ചേർന്ന് നോബൽ പുരസ്കാരം നേടി. ഓക്കെ അല്ലേ? അവിടെ നോക്കൂ 93. 2023 50ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2023 50ാം ജന്മവാർഷികം അല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം മൗലവി എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, 1873 ഡിസംബർ 28 അദ്ദേഹം ജനിച്ചത്. സോ 2023 150ാമത്തെ ജന്മവാർഷികം ആചരിച്ചു. അടുത്ത ചോദ്യം നോക്കൂ 94ാമത്തെ ചോദ്യം. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ്. എങ്ങനെ കണക്ട് ചെയ്യാം? ചെന്നൈയും മിഷോങ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക അല്ലേ? ഈ വെള്ളപ്പൊക്കം ഉണ്ടായാൽ അങ്ങോട്ട് ചെന്നാൽ എന്താണ്? ശോകമായിരിക്കും. ശോകം മിഷോങ് എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് 95ാമത്തെ ചോദ്യം. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡ്രൂ വെയ്സ്മാൻ അല്ലേ? 2023 ചോദിച്ചിരിക്കുന്നത്. 21 നമ്മൾ പറഞ്ഞു. 23 വൈദ്യശാസ്ത്രം. വീണ്ടും ഡോക്ടറാണല്ലോ. എങ്ങനെ ഓർക്കാം? ഈ ഡോക്ടേഴ്സ് എല്ലാം ട്രൂ മാൻ ആണല്ലേ? ഡ്രൂ വെയ്സ്മാൻ അല്ലേ? ട്രൂ മാൻ ആയിരിക്കും, വൈസ് ആയിരിക്കും. ഡ്രൂ വെയ്സ്മാൻ എന്ന് ഓർക്കുക. അടുത്ത് നോക്കൂ 96ാമത്തെ ചോദ്യം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ചെറുതന. ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ്. ഓക്കെ, ശിശു സൗഹൃദ വിഭാഗമാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ശിശുക്കളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ എന്ത് വിളിക്കും? ചെറുത് എന്ന് പറയില്ലേ? ചെറുതിനെ നോക്കണം, ചെറുതിനെ നോക്ക് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അതുപോലെ ചെറുതിനെ എന്ന് പറയുന്ന പോലെ ചെറുത് എന്ന് പറയുമ്പോൾ 3 2023 എന്നും കണക്ട് ചെയ്ത് വയ്ക്കുക. ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത് നോക്കൂ 97
ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 107 മെഡലുകൾ ലഭിച്ചു. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ. 98ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യൻ അല്ലേ? BVR സുബ്രഹ്മണ്യൻ. ഇങ്ങനെ ഓർത്ത് വയ്ക്കാനേ ജസ്റ്റ് ഒരു കോഡ് എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണല്ലോ BVR സുബ്രഹ്മണ്യൻ അല്ലേ? RX100 സൂപ്ര അല്ലേ? RX100 സൂപ്ര R സുബ്രഹ്മണ്യൻ അല്ലേ? R എക്സിക്യൂട്ടീവ് RX എന്താണ്? സുബ്രഹ്മണ്യൻ എന്ന് കണക്ട് ചെയ്യാലോ. R എക്സിക്യൂട്ടീവ് 100 സൂപ്ര സുബ്രഹ്മണ്യൻ എന്ന് ഓർത്ത് വയ്ക്കുക. RX100 സൂപ്ര. 99ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഹീരാലാൽ സമരിയ. കേരളത്തിൻ്റെ ചോദിച്ചല്ലോ അല്ലേ? കേരളത്തിൻ്റെ ആരാണ്? V ഹരി നായർ അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ ഹരിയാണ് കഴിക്കുന്ന വിവരമുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ എന്താണ് കുറച്ച് വിവരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വിവരാവകാശം കിട്ടണമെങ്കിൽ സമരം ചെയ്യണം എന്നോർത്താൽ മതി. ഓക്കെ, ഹീരാലാൽ സമരിയ. ഹരിയുടെ പോലെ തന്നെ ഹീര കണക്ട് ചെയ്യാലോ. ഹീരാലാൽ സമരിയ ഇന്ത്യയിൽ സമരം ചെയ്യണം എന്നോർക്കുക. ഓക്കെ, അടുത്തത് 100ാമത്തെ ചോദ്യം, ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടമലക്കുടി അല്ലേ? ഇടമലക്കുടി. ഇടുക്കി വലുതാക്കാൻ വേണ്ടി എറണാകുളത്തിൻ്റെ ഇടയ്ക്ക് കടന്ന കുറേ മല കൂടി അല്ലെ? ഇടമലക്കുടി അല്ലേ? ഇടമലക്കുടി എന്താണ്? ഇടുക്കിയിലേക്ക് ചേർത്തു. ഇടമലക്കുടി കൂടി ഇടുക്കിയിലേക്ക് ചേർത്തപ്പോൾ ഇടുക്കി വലുതായി. പാലക്കാട് സെക്കൻഡ് സ്ഥാനത്തേക്ക് പോയി. ഇടമലക്കുടി എവിടെയായിരുന്നു? എറണാകുളം ജില്ലയിലായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 100 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതുവരെ 2024 നടന്ന എക്സാമുകളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കിയത്. ഓരോ ചോദ്യത്തിനും താഴെയായിട്ട് ഏത് എക്സാമാണോ ഏത് ഇയറാണോ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 100 ചോദ്യങ്ങളാണ് നമുക്ക് നോക്കിയത്. ഒരു 101ാമത്തെ ഒരു ചോദ്യം കൂടി നോക്കാം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നത് ശരിയായത് കണ്ടെത്തുക. ഏതാണ്? 28 സ്വർണ്ണം, 38 വെള്ളി, 41 വെങ്കലം. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 28 സ്വർണ്ണം എന്നെങ്കിലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഏഷ്യൻ ഗെയിംസ് 2023 എവിടെയാണ് നടന്നത്? അതിൻ്റെ വെന്യൂ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ 2024 നടന്ന ഇമ്പോർട്ടൻറ്റ് എക്സാമുകളിലെ 101 കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ അല്ലേ? നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 കംപ്ലീറ്റ് കറണ്ട് അഫയർ PYQ ആണ്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? കടം വാങ്ങലും മറ്റ് ബാധ്യതകളും ആണ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. ഡിഗ്രി പ്രിലിംസിന് വന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. ഇത് 2022 കണക്കനുസരിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉത്തരം വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. എന്നാൽ ഇത് ഇപ്പോൾ ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ എത്ര നാഷണൽ പാർട്ടികൾ ഉണ്ടെന്ന് അറിയാമോ? 6 നാഷണൽ പാർട്ടികളാണ്. ഓക്കെ, 6 നാഷണൽ പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. 2023 AAPക്ക് നാഷണൽ പാർട്ടി എന്നുള്ളൊരു പദവി ലഭിച്ചു. CPIക്ക് നാഷണൽ പാർട്ടി എന്നുള്ള പദവി നഷ്ടമായി. പിന്നെ ഏതൊക്കെയാണ്? NCPക്ക് നഷ്ടമായി. അതുപോലെ തൃണമൂൽ കോൺഗ്രസിനും ഈ ഒരു പദവി നഷ്ടമായി. ഇപ്പോൾ ടോട്ടൽ 6 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? AAP നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ എന്താണ്? BJP ഉണ്ട്, കോൺഗ്രസ്. പിന്നെ ഏതൊക്കെയാണ്? CPIM ഉണ്ട്. പിന്നെ ഏതാണ്? ബഹുജൻ സമാജ് പാർട്ടി BSP ഉണ്ട്. അതുപോലെ NPP ഉണ്ട്. നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഓക്കെ, 6 എണ്ണമാണ് ഇപ്പോൾ നാഷണൽ പാർട്ടിയായിട്ട് തുടരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, 2026 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ B ആണ്, ഇറ്റലിയാണ് അല്ലേ? ഇറ്റലി. ഓക്കെ, 2026 ഇറ്റലി. നമുക്ക് ബാക്കി കൂടി ഒന്ന് നോക്കാം. 2022 കഴിഞ്ഞ വർഷം 2022 നടന്നത് എവിടെയായിരുന്നു? ബീജിംഗ് ആയിരുന്നു അല്ലേ? ചൈനയിലായിരുന്നു ബീജിംഗ്. 2026 ഇനി ഇറ്റലി. ഓക്കെ, നമുക്ക് ഒരു കോഡ് നോക്കാം. ഓക്കെ, എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ, സ്പോർട്സിൽ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. കോഡ് എന്തായിരുന്നു? ഭീമൻ വിൻ ചെയ്തു അല്ലേ? വിൻ്റർ ഒളിമ്പിക്സ് ഭീമൻ അല്ലേ? ബീജിംഗ്, അതുപോലെ മിലാൻ, ഇറ്റലിയിലെ മിലാൻ കോർട്ടിന അല്ലേ? മിലാനും കോർട്ടിനയും. ഓക്കെ, അപ്പോൾ ബീജിങ്ങും മിലാനും ചേർത്ത് ഭീമൻ വിൻ ചെയ്തു വിൻ്റർ ഒളിമ്പിക്സ് അല്ലേ? ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം നമുക്ക്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കിലിയൻ എംബാപ്പെ. ഓക്കെ, അടുത്ത് നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഫ്രോണ്ടിയർ HPE Cray EX235A. ഓക്കെ, ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കാം. ആറാമത്തെ ചോദ്യം, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകളെ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 എല്ലാം ശരിയാണ്. ഓക്കെ, എന്തൊക്കെയാണ്? തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ഓർത്തു വയ്ക്കുക. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. ഓക്കെ, 1, 2, 3 എല്ലാം ശരിയാണ്. ഏഴാമത്തെ ചോദ്യം നോക്കൂ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ്?
ശ്രീ സച്ചിദാനന്ദനാണ്. ശ്രീ സച്ചിദാനന്ദൻ. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആരാണ്? 50ാമത്തെയാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങളൊന്ന് ആൻസർ ചെയ്തേക്കണേ, നിങ്ങളൊന്ന് ഉത്തരം കമൻറ്റ് ചെയ്തേക്കണേ. ഒരു ക്ലൂ തരാം. 49ാമത്തെ ആൾ ജസ്റ്റിസ് യു ലളിത് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 50ാമത്തെ ആളാരാണ് എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. നമീബിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കുനോ ആണ് അല്ലേ. കുനോ ദേശീയോദ്യാനം. കുനോ ദേശീയോദ്യാനം. അപ്പോൾ നമുക്ക് എന്താണ് നമീബിയ, അതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊക്കെ 20ഓളം ചീറ്റകളെയാണ് കൊണ്ടുവന്നത്. പ്രൊജക്റ്റ് ചീറ്റ അല്ലേ, പ്രൊജക്റ്റ് ചീറ്റ. അതിൽ നിന്ന് 8 എണ്ണത്തിനെയാണ് ആദ്യഘട്ടത്തിൽ നമീബിയയിൽ നിന്ന് കൊണ്ടുവന്നത് അല്ലേ. നമീബിയയിൽ നിന്ന് 8 എണ്ണത്തിനെ കൊണ്ടുവന്നു. അതിൽ നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് തവണ കണ്ടല്ലേ. ജ്വാല, ആശ എന്നൊക്കെ പറയുന്ന പുലികൾ പ്രസവിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ 8-10 എണ്ണം എന്താണ് മരിച്ചു പോകുന്നത് കണ്ടു. ശൗര്യ, അവസാനമായിട്ട് മരിച്ചുപോയ ശൗര്യ. അതൊന്നും പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക. പിന്നെ എന്താണ് പഠിച്ചു വയ്ക്കാനുള്ളത്? ഈ കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് എന്ന് ഓർക്കുക. ഓക്കെ, മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. ആദ്യ കേരള ജ്യോതി അവാർഡ് 2022 നേടിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരാണ് ആദ്യത്തെ കേരള ജ്യോതി അവാർഡ് നേടിയത്. ഓക്കെ, അപ്പോൾ 2022 MT വാസുദേവൻ നായർ. 2023 ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ടി പത്മനാഭനാണ് 2023 കേരള ജ്യോതി അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം നോക്കൂ. 2021 മാർച്ചിൽ സൂയസ് കനാലിൻ്റെ തെക്കേ അറ്റത്ത് കുടുങ്ങിയ ചരക്ക് കപ്പലിൻ്റെ പേര് എന്താണ്? എവർ ഗിവൺ. ഓപ്ഷൻ ഡി എവർ ഗിവൺ ആണ്. അടുത്ത് നോക്കാം. 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചത്? ഏതാണ്? ടോക്കിയോ ആണ് അല്ലേ. സമ്മർ ഒളിമ്പിക്സ് ആണ്. നമുക്ക് നോക്കാം. 2020 ടോക്കിയോ അല്ലേ. 2020 ടോക്കിയോ. പിന്നെ ഏതാണ്? 2024 എവിടെയായിരുന്നു? പാരീസ്. 2020 പാരീസ്. 2028 ഇനി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. 2032 എവിടെയാണ്? 2032 ബ്രിസ്ബെയിൻ. നമ്മൾ ഓൾറെഡി ഇത് സ്പോർട്സിൻ്റെ ക്ലാസ്സിൽ കോഡ് വെച്ച് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സ്പോർട്സിൻ്റെ എല്ലാ വേദികളും കാണാൻ വേണ്ടിയിട്ട് ആ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് നോക്കുക. 2020 മുതൽ 32 വരെയുള്ള സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദികൾ എങ്ങനെ ഓർക്കാം? ടോപ്പിൽ അല്ലേ. ടോപ്പിൽ ലോബി എന്താണ്? ടോക്കിയോ, പാരീസ്, ലോസ് ഏഞ്ചൽസ്, ബ്രിസ്ബെയിൻ അല്ലേ. 2020, 24, 28, 32 എന്നോർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ചിത്രങ്ങളിൽ ഏതാണ് മികച്ച ചിത്രത്തിനുള്ള 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്? ഏതാണ്? വാസന്തിയാണ് 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്. ഓക്കെ, അപ്പോൾ 51ാമത്തെ ഏതാണ്? 51ാമത്തെ ബെസ്റ്റ് മൂവി ഏതാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഓർത്ത് വയ്ക്കുക. 51ാമത്തെയാണ് നമ്മൾ പറഞ്ഞത്. 52 ഏതാണ്? ആവാസ വ്യൂഹം. 2023 53ാമത് ഏതാണ്? നൻപകൽ നേരത്ത് മയക്കം. ഓക്കെ, 2023 ബെസ്റ്റ് ഡയറക്ടർ, കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? മഹേഷ് നാരായണൻ അറിയിപ്പിലെ. ഓക്കെ, ദെൻ ആക്ടർ ആരാണ്? മമ്മൂട്ടിയാണ് അല്ലേ. ആക്ടർ മമ്മൂട്ടി. നൻപകൽ തന്നെയാണ് മമ്മൂട്ടി. ആക്ട്രസ് ആരാണ്? ആക്ട്രസ് വിൻസി അലോഷ്യസ് രേഖ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. 2023 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ സിനിമ ഏതാണ്? നൻപകൽ നേരത്ത് എന്നോർക്കുക. നൻപകൽ നേരത്ത് മയക്കം. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം നോക്കൂ. 14ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏതാണ്? വിജയനഗരം. ഓപ്ഷൻ ബി വിജയനഗരമാണ്. ഓർത്ത് വയ്ക്കുക. അടുത്തത് 15ാമത്തെ ചോദ്യം നോക്കൂ. 15ാമത്തെ ചോദ്യം. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? ടൗട്ടെയാണ്. ഓർത്ത് വയ്ക്കുക. 2021 ഓക്കെ, ടൗട്ടെ. അപ്പോൾ നമുക്ക് 2023 ഒന്ന് പഠിക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് LDC പരീക്ഷയ്ക്കും LGS പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ 2023 ചുഴലിക്കാറ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, 2023 വർഷത്തെ ബംഗാൾ ഉൾക്കടലിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ കേട്ടോ. ബംഗാളിലാണ്. ബംഗാളിൽ ഏതാണ്? മോഖ. പേര് നൽകിയത് കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. യമനാണ്. യമൻ എന്നോർത്ത് വയ്ക്കുക. ഓക്കെ, അറബിക്കടലിൽ തെക്കു കിഴക്കൻ അറബിക്കടലിലുണ്ടായ ചുഴലിക്കാറ്റാണ് ഏതാണ്? ബിബർ ജോയ് അല്ലേ. ബിബർ ജോയ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പേര് കൊടുത്തത് ബംഗ്ലാദേശാണ്. ബിബർ ബംഗ്ല ഓർത്ത് വയ്ക്കുക. അതുപോലെ ബംഗാൾ ഉൾക്കടലിലെ അടുത്ത ചുഴലിക്കാറ്റായിരുന്നു ഏതാണ്? ഹാമൂൺ അല്ലേ. ഹാമൂൺ പേര് നൽകിയത് ഇറാനാണ്. ഹാമൂൺ. ഓക്കെ, അടുത്തത് ബംഗാൾ ഉൾക്കടലിൽ തന്നെ വീണ്ടും മിഥിലി.
മിഥിലി ചുഴലിക്കാറ്റുണ്ടായി. മാലിദ്വീപാണ് കൊടുത്തത്. മിഥിലി മാലി കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട 6ാമത്തെയും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട 4ാമത്തെയും ചുഴലിക്കാറ്റാണ് മീഷോങ്. ഓക്കെ, പേര് നൽകിയതാരാണ്? മ്യാൻമറാണ്. മ്യാൻമർ. ഓക്കെ, 2022 ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതായിരുന്നു? അസനി ആയിരുന്നു. ജസ്റ്റ് അതും കൂടി ഓർത്ത് വയ്ക്കുക. 2022 അസനി ആദ്യത്തെ ചുഴലിക്കാറ്റാണ്. പേര് നൽകിയത് ശ്രീലങ്ക. ഓർത്ത് വയ്ക്കുക. 2023 ആദ്യത്തെ ബംഗാൾ ഉൾക്കടലിലെ ആദ്യ ചുഴലിക്കാറ്റ് മോക്ക. പേര് നൽകിയത് യമൻ. തെക്കിഴക്കൻ അറബിക്കടലിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് ബിബർജോയ്, ബംഗ്ലാദേശാണ് പേര് നൽകിയത്. ബംഗാൾ ഉൾക്കടലിലെ മറ്റൊരു ചുഴലിക്കാറ്റാണ് ഹാമൂൺ. പേര് നൽകിയത് ഇറാൻ. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ മറ്റൊരു ചുഴലിക്കാറ്റ് മിഥിലി. പേര് നൽകിയത് മാലിദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട 6ാമത്തെയും ബംഗാൾ ഉൾക്കടലിലെ 4ാമത്തെയും ചുഴലിക്കാറ്റായിരുന്നു മിഷോങ്. പേര് നൽകിയത് മ്യാൻമർ. 2022 ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതായിരുന്നു? അസനി, ശ്രീലങ്കയാണ് പേര് നൽകിയത് എന്നോർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സുമൻ ബെറിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. അപ്പോൾ ചെയർമാൻ ആരാണ്? അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി ആണല്ലേ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ. ഓക്കെ, അടുത്ത് നോക്കാം. 17ാമത്തെ ചോദ്യം നോക്കൂ. 17ാമത്തെ ചോദ്യം. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. ഓപ്ഷൻ ബി ആണ്. അത് നോക്കാം. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഹരിഹരൻ. 2019 ഹരിഹരൻ. JC ഡാനിയൽ. 2019 ഹരിഹരൻ. അപ്പോൾ 2020 ആരാണ്? 2020 P. ജയചന്ദ്രൻ. അതുപോലെ 2021 ആരാണ്? KP കുമാരൻ. 2022 TV ചന്ദ്രൻ. ഓർത്തു വയ്ക്കുക. 2019 ഹരിഹരൻ, 2020 P. ജയചന്ദ്രൻ, 2021 KP കുമാരൻ, 2022 TV ചന്ദ്രൻ. അടുത്ത ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം. 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഇതിൽ ഇല്ല, ഓപ്ഷനിലില്ല. അതുകൊണ്ട് തന്നെ കേരള PSC ഒഴിവാക്കിയിട്ടുണ്ട്. ശരിയായ ഉത്തരം ഡാമൻ ഗാൽഗട്ട്. ഓക്കെ, 2021 ചോദിച്ചിരിക്കുന്നത്. 2022 ഒന്ന് ഓർത്ത് വയ്ക്കുക. 2022 ബുക്കിൻ്റെ പേരെന്തായിരുന്നു? ദ 7 മൂൺസ് ഓഫ് മാലി അൽമെയ്ഡ എന്നുള്ളതായിരുന്നു ബുക്കിൻ്റെ പേര്. എഴുതിയതാരാണ്? ഷെഹാൻ കരുണാട്ടിലിക. ഓക്കെ, 2023 ആരാണ്? പോൾ ലിഞ്ച്. ബുക്ക് ഏതായിരുന്നു? പ്രൊഫറ്റ് സോങ് ആയിരുന്നു കേട്ടോ. പ്രൊഫറ്റ് സോങ്. ഓക്കെ, 2023 ബുക്കർ പ്രൈസ് പോൾ ലിഞ്ച്. അപ്പോൾ 2023 പഠിച്ചു വയ്ക്കുക. 2023 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആരാണ് നേടിയത്? ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ജോർജി ഗോസ്പൊഡിനോ. ബുക്കിൻ്റെ പേരെന്തായിരുന്നു? ടൈം ഷെൽട്ടർ എന്നായിരുന്നു ബുക്കിൻ്റെ പേര്. ഓക്കെ, 20ാമത്തെ ചോദ്യം. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം ഏതാണ്? റോമാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? സാംസ്കാരിക മന്ത്രിമാർ അല്ലെ. സംസ്കാരം, റോമിലുള്ളവർക്കൊക്കെ ഭയങ്കര സംസ്കാരമായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കാം. അത് നോക്കൂ. 21ാമത്തെ ചോദ്യം. നിലവിലെ കേരള ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ് ആണ് കേരളത്തിലെ നിലവിലെ ആരോഗ്യമന്ത്രി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അതുപോലെ തന്നെ അവർ ഏതൊരു മണ്ഡലത്തിൽ നിന്നാണോ വിജയിച്ചത് അതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡിലൂടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അവിടെ നോക്കൂ. 22ാമത്തെ ചോദ്യം. 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? PM ഗതി ശക്തി അല്ലേ. PM ഗതി ശക്തി. ഗതി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. എല്ലാം ഇതെന്താണ്? യാത്രയുമായി ബന്ധപ്പെട്ടതല്ലേ. റോഡുകൾ, തുറമുഖങ്ങളെല്ലാം വരുന്നത് ഗതി ശക്തി എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് 23ാമത്തെ ചോദ്യം. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിന് ലഭിച്ചു എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. എന്താണ്? ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ്. 24ാമത്തെ ചോദ്യം നോക്കൂ. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളികളായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബ ലൈഫിനെ പ്രഖ്യാപിച്ചത്? ഏതാണ്? BCCI ആണ് എന്നോർത്ത് വയ്ക്കുക. അടുത്തത്
25-ാമത്തെ ചോദ്യം, ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഏതാണ്? ഭോപ്പാലാണ്. ഭോപ്പാൽ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണല്ലേ, മധ്യപ്രദേശ്. എങ്ങനെ ഓർക്കാം? ഭോപ്പാൽ ദുരന്തം കേട്ടിട്ടുണ്ടല്ലോ, ഭോപ്പാൽ ദുരന്തം. അതുപോലെ തന്നെ മധ്യ ദുരന്തം എന്നെപ്പോഴും കേൾക്കുന്നതല്ലേ, ഭോപ്പാൽ മധ്യപ്രദേശിൽ. അടുത്തത് 26-ാമത്തെ ചോദ്യം, 108-ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? നാഗ്പൂരാണ് ഉത്തരം. ഓക്കെ, 108-ാമത് നാഗ്പൂർ. 109-ാമത് നടന്നിട്ടില്ല അല്ലേ, 109-ാമത് ചില ഇഷ്യൂസ് കാരണം നടന്നിട്ടില്ല. എല്ലാ വർഷവും ജനുവരി 3 മുതൽ 5 ദിവസത്തേക്കാണ് 3 മുതൽ 5 ദിവസത്തേക്കാണ് സയൻസ് കോൺഗ്രസ് നടന്നിരുന്നത്. ഓക്കെ, അത് നോക്കൂ. 27-ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്തത് 28-ാമത്തെ ചോദ്യം, റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിയത് ഏതിനാണ്? ഓപ്ഷൻ ഡി, കുടുങ്ങിയ ഫോട്ടോണുകളുമായുള്ള പരീക്ഷണങ്ങൾ. ഓക്കെ, 29 നോക്കൂ. 2022 രസതന്ത്ര നൊബേൽ ജേതാക്കളിൽ 2ാം തവണയും നൊബേൽ സമ്മാനം ലഭിക്കുന്ന വ്യക്തിയാണ് ബാരി ഷാർപ്ലെസ് അല്ലെ, ഭയങ്കര ഷാർപ്പാണ്. 2ാമത് വീണ്ടും ലഭിച്ചു എന്നോർക്കുക. അടുത്ത് നോക്കാം. 30-ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഗിൽബർട്ട് എഫ് ഹോങ്ബോ. അടുത്ത ചോദ്യം നോക്കൂ. 31-ാമത്തെ ചോദ്യം, 2022 ലോക ജലദിനത്തിന്റെ തീം എന്താണ്? 2022 ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു എന്നതാണ് 2022 തീം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 2023 തീം എന്താണ്? ജലശുചിത്വ പ്രതിസന്ധി പരിഹരിക്കാൻ മാറ്റം ത്വരിതപ്പെടുത്തുന്നു എന്നതാണ് 2023 പ്രമേയം. ഓക്കെ അല്ലേ? മാർച്ച് 22 ലോക ജലദിനം എന്നാണ്, മാർച്ച് 22 എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 32-ാമത്തെ ചോദ്യം, 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് നടന്നത്? യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് ഓഫ് ദി UNFCCC എന്നതാണല്ലോ. എന്താണ്? കോപ്പ് അല്ലെ, COP 26 2021 നടന്നതാണ്. COP 26 ആണ് നടന്നത്. എവിടെയാണ് നടന്നത്? UK അല്ലെ, യുണൈറ്റഡ് കിങ്ഡമിലാണ് നടന്നത്. 2022 COP 27 എവിടെയാണ് നടന്നത്? ഈജിപ്ത്. ഓർത്ത് വയ്ക്കുക, ഈജിപ്തിലാണ്. 2023 COP 28 നടന്നത് എവിടെയാണ്? ദുബായിലാണ്, UAE, ദുബായ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 33-ാമത്തെ ചോദ്യം, 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഏതാണ്? കുഴങ്ങളാണല്ലേ, കുഴങ്ങൾ. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ഇന്ത്യൻ സിനിമ കുഴങ്ങൾ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേ വർഷം തന്നെ 2022 തന്നെ മികച്ച നടനായിട്ട് ലഭിച്ചായിരിക്കാണ് ജയസൂര്യക്കാണ് അല്ലേ, ജയസൂര്യ. സിനിമ ഏതായിരുന്നു? സണ്ണി എന്ന സിനിമയ്ക്ക് ജയസൂര്യക്ക് ലഭിച്ചു എന്നോർക്കുക. 2023 കൂടി നമുക്ക് പഠിച്ചു വെക്കണം, കാരണം നമ്മുടെ LDC എക്സാമിന് ചിലപ്പോൾ ആവശ്യം വന്നേക്കും. നമുക്ക് ഏത് പറയാം? 2023 21-ാമത് ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏഷ്യൻ ഫിലിം മത്സര വിഭാഗത്തിൽ അപരാജിതോ, ഏതാണ് സിനിമയുടെ പേര്? അപരാജിതോ എന്നുള്ള സിനിമ, അതായത് ഇന്ത്യൻ സിനിമയാണ് അപരാജിതോ. ആരാണ്? അനിക് ദത്താണ് കേട്ടോ. അനിക് ദത്താണ് സംവിധാനം ചെയ്തത്. അനിക് ദത്ത് സംവിധാനം ചെയ്ത അപരാജിതോ എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടി. അതുപോലെ കൃഷ്ണേന്ദു കലേഷ് സംവിധാനം ചെയ്ത പ്രാപ്പേഡ അല്ലെ, ഹോക്സ് മഫിൻ എന്ന സിനിമയിലെ അഭിനയത്തിന് കേതകി നാരായണൻ മികച്ച നടിക്കുള്ള അവാർഡും സ്വന്തമാക്കി. 2023 ഏതാണ് മികച്ച നടിക്കുള്ളത്? കേതകി നാരായണൻ എന്നോർത്ത് വയ്ക്കുക. തിരക്കഥ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. 34-ാമത്തെ ചോദ്യം, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? പോൾ സക്കറിയ അല്ലെ, PM നമ്മൾ പഠിച്ചല്ലേ, PM എന്താണ്? 2019 പോൾ സക്കറിയ. എന്താണ്? 2018 M മുകുന്ദൻ. ഓക്കെ, 2017 ആർക്കായിരുന്നു? പ്രഭാവർമ്മ. വീണ്ടും എടുത്ത് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പുരസ്കാരങ്ങൾ എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി കോഡ് വെച്ച് തന്നെ ചെയ്താണ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അത് നോക്കൂ. 35-ാമത്തെ ചോദ്യം, 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ ആണല്ലേ, നിർമ്മല സീതാരാമൻ.
ഇപ്പോൾ 2024 ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു നിർമ്മല സീതാരാമൻ തന്നെയാണ്. അപ്പോൾ പിന്നെ ഏറ്റവും 2024 അവതരിപ്പിക്കുന്നതോടെ 7ാമത്തെ അല്ലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കൂടിയായിട്ട് നിർമ്മല സീതാരാമൻ മാറും. ഓക്കെ, അടുത്ത് നോക്കൂ. 36ാമത്തെ ചോദ്യം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? AN-225 മരിയ. AA-225 മരിയ. അടുത്തത് 37ാമത്തെ ചോദ്യം. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? PR ശ്രീജേഷ് ആണല്ലേ. PR ശ്രീജേഷ് ആണ്. ഓക്കെ, 2021 2023 കഴിഞ്ഞ വർഷം 2023 ആർക്കൊക്കെയാണ് ലഭിച്ചത്? മലയാളികളല്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ആരൊക്കെയാണ്? സാത്വിക്, സായിരാജ്, അതുപോലെ ചിരാഗ് ഷെട്ടിക്കുമാണ് 2023 ലഭിച്ചത്. 2022 ഒന്ന് ഓർത്ത് വയ്ക്കുക. ആർക്കാണ്? ശരത് കമാലിനാണ്. ശരത് കമാലിനാണ് 2022. 2022 അർജുന അവാർഡ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അർജുന അവാർഡ്സ് നേടിയ മലയാളികൾ ആരൊക്കെയാണ്? HS പ്രണോയും അതുപോലെ എൽദോസ് പോളിനുമാണ് 2022 അർജുന അവാർഡ് ലഭിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം. 38ാമത്തെ ചോദ്യം. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഖത്തറാണല്ലേ. ഖത്തർ ഫിഫ വേൾഡ് കപ്പിന് 2022 നടക്കുന്നത് ഖത്തറാണ്. 2026 ഏതാണ്? നമ്മൾ പഠിച്ചതാണ് മാക് അല്ലേ. മെക്സിക്കോ, USA, കാനഡ. അതുപോലെ 2030 എവിടെയാണ്? 2030 മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ അല്ലേ. നമ്മൾ കൂടി വെച്ച് തന്നെ പഠിച്ചതാണ്, വീണ്ടും പറയുന്നില്ല. അടുത്ത് നോക്കാം. 39ാമത്തെ ചോദ്യം. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? സിറിയക് ജോസഫ്. അടുത്ത് നോക്കൂ. 40ാമത്തെ ചോദ്യം. 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. ഓക്കെ, IPL വിജയികളെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. IPL 2022 ആരാണ്? ഗുജറാത്താണ് എന്നോർത്ത് വയ്ക്കുക. ഗുജറാത്ത് ടൈറ്റൻസ്. അതുപോലെ 2023 ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നും ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം. 41ാമത്തെ ചോദ്യം. കൊച്ചി മാംഗ്ലൂരു പ്രകൃതി വാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്ത ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അടുത്ത് നോക്കൂ. 42ാമത്തെ ചോദ്യം. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ 2021 ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അടുത്ത 43ാമത്തെ ചോദ്യം. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ്? അടിയാളപ്രേതമാണ്. ആരെയാണ് അടിയാളപ്രേതം എഴുതിയത്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. PF മാത്യൂസ് ആണല്ലേ. PF മാത്യൂസ്. 2021 ആർക്കാണല്ലോ നേടിയത്? R രാജശ്രീ. നോവലിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്നാണ് നോവലിൻ്റെ പേര്. ഓക്കെ, അതുപോലെ തന്നെ വിനയ് തോമസിനും ലഭിച്ചിട്ടുണ്ട്. വിനയ് തോമസ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പുട്ട് എന്നായിരുന്നു. 2022 കൂടി പഠിച്ചു വയ്ക്കുക. 2022 വി ഷിനിലാലാണ് അല്ലേ. സമ്പർക്ക ക്രാന്തി അല്ലേ. നമ്മൾ ഓൾറെഡി ഇതെല്ലാം കോഡ് വെച്ച് പറഞ്ഞാണ്, ഓർമ്മയുണ്ടോ? 2022 സമ്പർക്ക ക്രാന്തി വി ഷിനിലാൽ അല്ലേ. എന്താണ്? ക്ഷീണിക്കുന്ന എങ്ങനെയാണ്? സമ്പർക്കം വരുമ്പോൾ അല്ലേ. കോഡ് വരുന്ന സമയത്ത് സമ്പർക്കം വരുമ്പോൾ ക്ഷീണിക്കും എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. 44ാമത്തെ ചോദ്യം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സ് 2022 ലഭിച്ച അവാർഡ് ഏതാണ്? ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. അല്ലേ. നമുക്ക് ജസ്റ്റ് ഇത് പഠിക്കാൻ വേണ്ടി ക്ലീൻ മാർക്ക് എന്ന് ഓർക്കാം. ക്ലീൻ മാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ഈ അമൃതം പൊടിയൊക്കെ കിട്ടിയ എന്താണ്? അത് നമ്മൾ ഗ്ലം എന്ന് പറഞ്ഞ് കഴിക്കും എന്നോർക്കുക. വെറുതെ ഓർത്തിക്കുക. ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. അടുത്ത് നോക്കൂ. 45ാമത്തെ ചോദ്യം. 2ാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. ഫിഷറീസ് മന്ത്രി കൂടിയായ ശ്രീ സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഓക്കെ, അടുത്ത് നോക്കൂ. 46ാമത്തെ ചോദ്യം. ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ A മാത്രമാണ്. സോ അത് പഠിച്ചു വയ്ക്കരുത്. ബാക്കി 3 ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. അതുപോലെ ഇത് ഒരു റഡാർ ഇമേജിംഗ് RISAT അല്ലേ ഉപഗ്രഹമാണ്. ഇത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇത് മാത്രം 3 ഒന്ന് പഠിച്ചു വയ്ക്കുക. അവിടെ നോക്കൂ. 47ാമത്തെ ചോദ്യം. 2023 മാർച്ച് 30 2ാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? കുമരകമാണല്ലേ. 2023 G20 ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ നഗരം കുമരകം എന്നോർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. 48ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്ത. ഇതാണോ? ഇപ്പോൾ ആരാണ്? 2024 മാർച്ചിൽ വന്നത് വി ഹരിനായരാണ്. പക്ഷേ
പക്ഷേ എന്തുകൊണ്ട് 2024 വന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDC എല്ലാം വരുന്ന സമയത്ത് മിക്കവാറും വിശ്വാസ് മേത്ത തന്നെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതാണോ ഓപ്ഷനിലുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എങ്ങനെ ഓർക്കാം? മുഖ്യ വിവരാവകാശമാണല്ലേ, വിവരാവകാശം, വിവരം അല്ലേ. വിവരാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കാൻ പറ്റുന്ന വിവരങ്ങളായിരിക്കണം തരുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വിശ്വസിക്കാൻ പറ്റാത്ത വിവരമാണ് എന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞങ്ങളും അരിയാണ് കഴിക്കുന്നത്, ഞങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം അല്ലേ. ഹരി 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 നായർ, വി ഹരി നായർ. ഓക്കെ അല്ലേ. അവിടെ നോക്കൂ, 49ാമത്തെ ചോദ്യം. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? 2019 ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 നിൽമണി ഫൂക്കൻ. 2021 ദാമോദർ മോസോ. 2023 ഗുൽസാർ. 2023 വീണ്ടും രാംഭദ്രാചാര്യ അല്ലേ. ഓക്കെ അല്ലേ. മൊത്തം എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്? 6. ഓർത്ത് വയ്ക്കുക. ആദ്യം ലഭിച്ച ആർക്കാണ്? ആദ്യം ലഭിച്ചത് എന്ന് പറഞ്ഞ് 1965 ജ്ഞാനപീഠം നൽകി തുടങ്ങിയത്. അന്ന് തന്നെ ആദ്യമായിട്ട് ലഭിച്ച ഒരു മലയാളിക്കാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണല്ലേ. ജി ശങ്കരക്കുറുപ്പ്. പിന്നീട് ആർക്കാണ് ലഭിച്ചത്? 1980 ലഭിച്ചത് SK പൊറ്റക്കാടിനാണ്. SK പൊറ്റക്കാട്. അതുപോലെ തകഴിക്ക് ലഭിച്ചിട്ടുണ്ട് 1984 തകഴി. ഓക്കെ അല്ലേ. 1984 ശേഷം ലഭിച്ചത് 1995 MTക്ക് ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ. അതുപോലെ 2007 ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ലഭിച്ചത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അങ്ങനെ 6 പേർക്കാണ് ടോട്ടൽ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ള മലയാളികൾ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ അരുൺകുമാർ മിശ്ര. എന്നാൽ അവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2024 ജൂണിന് ഇദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചു. എന്നാൽ എന്താണ്, നമ്മുടെ LDC പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് മിക്കവാറും ഇദ്ദേഹം തന്നെയായിരിക്കാം ചോദിക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷനിലുള്ളത്. ഓക്കെ, ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഭാരതി സയാനി, വിജയ ഭാരതി സയാനിയാണ് തൽക്കാലം ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അവിടെ നോക്കൂ. 51ാമത്തെ ചോദ്യം. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. 8ാമത്തെ തവണയാണല്ലേ. 8ാമത്തെ തവണയാണ് ഏഷ്യ കപ്പ് നേടുന്നത്. 52ാമത്തെ നോക്കൂ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്. പ്രഗ്യാൻ റോവർ അല്ലേ, ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്നാൽ ഇവിടെ 2019 കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ്. ചന്ദ്രയാൻ 2 ആണ് ചോദിക്കുന്നത്. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് ഓപ്ഷൻ സി 2019 ജൂലൈ 22 എന്നോർക്കുക. ഓക്കെ, ചന്ദ്രയാൻ 3 ആണെങ്കിൽ എന്താണ്? ചന്ദ്രയാൻ 3 എന്നാണ് 2023 ജൂലൈ തന്നെയാണല്ലേ. ജൂലിയാണ് എന്ന് നമ്മളെല്ലാം പഠിച്ചല്ലേ. ജൂലൈ 14 വിക്ഷേപിച്ചത് എന്നോർക്കുക. ലാൻഡ് ചെയ്തത് ഗസ്റ്റായിട്ട് ലാൻഡ് ചെയ്തു അല്ലേ. ഓഗസ്റ്റ് 23 2023 ലാൻഡ് ചെയ്തത് എന്നോർക്കുക. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം. 53ാമത്തെ ചോദ്യം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ് അല്ലേ. ധനകാര്യമന്ത്രി തന്നെയാണ് കോർപ്പറേറ്റും അല്ലേ. ഈ ധനമൊക്കെ ഉള്ളത് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ധനമുള്ളത് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ. 54ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഡോക്ടർ ബിശ്വാസ് മേത്ത. നമ്മൾ പറഞ്ഞു അല്ലേ, വിശ്വാസം വേണം അല്ലേ. എന്നാൽ ഇപ്പോൾ ആരാണ്? വി ഹരി നായർ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം. 55ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇപ്പോഴേതാണ്? ഇടുക്കിയാണല്ലേ. ഇപ്പോൾ ഇടുക്കിയാണ്. പാലക്കാടായിരുന്നല്ലേ ഇതിൻ്റെ തൊട്ട് മുൻപ്. എന്താണ്? ഇടമലക്കുടി എന്ന് പറഞ്ഞ പ്രദേശം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഇടമലക്കുടി കൂടി ഇടുക്കിയിലേക്ക് ചേർത്തപ്പോൾ ഇടുക്കിയായി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. 2024 ചോദിച്ചിട്ടുണ്ട്. ഏത് ഏരിയയാണ് ഇടുക്കിക്കൊപ്പം ചേർത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇടമലക്കുടി എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം. 56ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? പി രാജീവ് അല്ലേ. വ്യവസായ മന്ത്രി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വ്യവസായം ചെയ്യണമെങ്കിൽ എന്താണ്? മന്ത്രിമാർക്ക് രാജിവെക്കണം അല്ലേ. രാജിവെച്ചാലേ വ്യവസായം ചെയ്യാൻ കഴിയുമോ. അടുത്ത് നോക്കൂ. 57ാമത്തെ ചോദ്യം. 2021 ആഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? UN രക്ഷാസമിതിയാണ്. 2021 ഓഗസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചത്. പിന്നീട് എപ്പോഴായിരുന്നു? 2022 ഡിസംബറിലും ഇതുപോലെ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. 58ാമത്തെ ചോദ്യം. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഓറിയന്റൽ ബാങ്കും കൊമേഴ്സ്യൽ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അവിടെ നോക്കൂ. 59ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ.
എന്നാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്? 2021 ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് എന്നോർക്കുക. അടുത്ത നോക്കൂ, കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം ഏതാണ്? മൺട്രോ തുരുത്ത് അല്ലേ? കൃഷി ചെയ്യണമെങ്കിൽ എന്താണ് മണ്ണൊക്കെ വേണ്ടേ? മൺട്രോ തുരുത്ത് കൊല്ലത്താണ്. ഓക്കെ. 61ാമത്തെ ചോദ്യം നോക്കൂ, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് എവിടെയാണ്? വിദ്യാഭ്യാസ വകുപ്പിൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ്. 2023 ചോദ്യമാണ്. ഓക്കെ. അടുത്ത് നോക്കാം, 62ാമത്തെ ചോദ്യം, UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് എത്രാമത്തെയാണ്? ആറാമത്തെയാണ് എന്ന് ഓർത്തു വയ്ക്കുക. 2021 6th 2021 ഈ 6ാമത്തെ ഇറങ്ങിയത്. ഇനി ഇറങ്ങാനുള്ളത് 24 ഈ വർഷം 7ാമത്തെ ഇറങ്ങാനുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അത് നോക്കൂ, 63ാമത്തെ ചോദ്യം, 2020 വർഷത്തിലെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു? ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നതായിരുന്നു പ്രമേയം. 2020 എന്നോർക്കുക. 2020. അപ്പോൾ 2021 എന്താണ്? 2021 പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നോർത്ത് വയ്ക്കുക. പുനഃസ്ഥാപനം. 2022 എന്താണ്? ഒരേയൊരു ഭൂമി. 2023 എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ചുള്ള പരിഹാരങ്ങൾ. ഓക്കെ. ഇത് 2024 കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കേരള PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. 2024 ഈ വർഷത്തെ എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, അതുപോലെ മരുഭൂമിവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. ഓക്കെ. നമുക്ക് എങ്ങനെ പഠിക്കാം? ജസ്റ്റ് ഒന്ന് പഠിക്കുക. 2021 നമുക്കറിയാം ജൂൺ 5 അല്ലേ? ജൂൺ 5 പരിസ്ഥിതി ദിനം അല്ലേ? അന്നെന്താണ്? സ്കൂളുകളിലെല്ലാം കുട്ടികളെ കൊണ്ട് ഈ ചപ്പ് ചവറൊക്കെ പെറുക്കിക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? 2021 പരിസ്ഥിതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചപ്പ് ചവറുകൾ പെറുക്കുന്നത്. ഓക്കെ. ഒന്നാമത്തെ കാര്യം പരിസ്ഥിതി പുനഃസ്ഥാപിക്കണം അല്ലേ? കാരണം എന്താണ്? നമുക്ക് ഒരേ ഒരു ഭൂമിയുള്ളൂ, 2 എണ്ണമില്ല. 2022 2 എണ്ണമില്ല, ഒരേ ഒരു ഭൂമിയുള്ളൂ. അതിനെന്താണ്? പ്ലാസ്റ്റിക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ? 23 പ്ലാസ്റ്റിക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്ലാസ്റ്റിക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ? മനുഷ്യപ്പാർപ്പില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയിടണം എന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപിക്കണം, ഒരേ ഒരു ഭൂമിയുള്ളൂ, അതുകൊണ്ട് പ്ലാസ്റ്റിക് മരുഭൂമിയിൽ കൊണ്ടുപോയിടണം എന്ന് വെറുതെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നോക്കാം, 64ാമത്തെ ചോദ്യം, ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനുള്ള 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? CRISPR-Cas9. ഓക്കെ. അടുത്ത് നോക്കാം, 65ാമത്തെ ചോദ്യം, ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നൊവേഷൻ COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? കൈറ്റ് ആണല്ലേ? കേരളത്തിൻ്റെയാണ് കൈറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് 66ാമത്തെ ചോദ്യം, അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? 2023 ചോദിച്ചതാണ്. അപ്പോൾ 2024 അരികിലെ ഏതാണ്? പാരീസ് ആണല്ലേ? പാരീസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ടോക്കിയോ, പാരീസ്, ലോസ് ഏഞ്ചൽസ്, ബ്രിസ്ബെയിൻ, ലോബി അല്ലേ? 2020, 2024, 2028, 2032 നമ്മൾ പഠിച്ചതാണ്. അടുത്ത് നോക്കാം, 67ാമത്തെ ചോദ്യം, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ് ആണല്ലേ? വീണ ജോർജ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത് നോക്കാം, 68 ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഏതാണ്? ന്യൂഡൽഹി വാരണാസി. ഓക്കെ. കേരളത്തിൽ എന്നാണ് വന്ദേ ഭാരത് ഓടി തുടങ്ങിയത്? 25 ഏപ്രിൽ 2023 കാസർഗോഡ് ടു തിരുവനന്തപുരമാണ്. ഓക്കെ. അത് നോക്കാം, 69ാമത്തെ ചോദ്യം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി താരം ആരാണ്? മിന്നുമണി അല്ലേ? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി താരം മിന്നുമണി. ഓക്കെ. അന്നത്തെ ന്യൂസ് പേപ്പറിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ മിന്നാൻ മിന്നുമണി. ആ ഒരു ന്യൂസ് പേപ്പർ എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ അങ്ങനെയാണ് ഓർത്ത് വയ്ക്കാറ്. എന്താണ്? മിന്നാൻ അല്ലേ? മിന്നുമണി എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യ മലയാളി വുമൺ ക്രിക്കറ്റ് ടീമിൽ ലഭിച്ച ആദ്യ മലയാളിയാണ്. ഓക്കെ. അടുത്തത് 70ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? MN ഷംസീർ. MN ആണോ? AN ഷംസീർ ആണല്ലേ? AN ഷംസീർ. ഓക്കെ. തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ഈ ഒരു സംഭവം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് എന്നുള്ളത് 2024 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കേരള മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് എന്നുള്ള കോഡ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വേണ്ടവർക്ക് ഒന്ന് കണ്ടു നോക്കാം. അവിടെ നോക്കൂ, 71ാമത്തെ ചോദ്യം, ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഏതാണ്? ഫ്രാൻസ് അല്ലേ? ഫ്രാൻസ്. റാഫേൽ ഫ്രാൻസ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ?
അടുത്ത് നോക്കൂ 72ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? എവിടെയാണ്? ജമ്മു കാശ്മീരാണ് അല്ലേ. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഓക്കെ, 2022 ജനുവരിയിലാണ് ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? അമിത്ഷായാണ് കേട്ടോ. അമിത്ഷായാണ് ആരംഭിച്ചത്. ഓക്കെ, അടുത്ത് നോക്കാം. 73 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. ഓൾറെഡി ചോദിച്ചാണ് അല്ലേ, രണ്ടാമത്തെ വട്ടമാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. 74ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ആൻ്റണി ഡൊമിനിക്കാണ്. 2022 മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ 2023 മെയ്യിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആരാണ്? ഇപ്പോൾ ബൈജുനാഥ് ആണല്ലേ. ബൈജുനാഥ് കെ ബൈജുനാഥാണ് എന്ന് ഓർക്കുക. ഓക്കെ, ഇദ്ദേഹം ആക്ടിംഗ് ചെയർപേഴ്സണാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. മണികുമാർ ജസ്റ്റ് പേര് പഠിക്കേണ്ട. മണികുമാർ. ഓക്കെ, മണികുമാർ എന്ന വ്യക്തിനെ അധ്യക്ഷനാക്കാൻ ഒരു ശ്രമമൊക്കെ നടന്നതാണ്. പക്ഷേ അത് നടന്നില്ലല്ലേ. അദ്ദേഹം അത് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബൈജുനാഥ് ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. 75ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? മിസ്സിസ് രേഖ ശർമ്മ. മറ്റൊന്നുമില്ല, ഇപ്പോഴും അവർ തന്നെയാണ് മിസ്സിസ് രേഖ ശർമ്മ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നോർക്കുക. അടുത്തത് 76 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥ് അല്ലേ. ചന്ദ്രയാൻ 3 യുടെ സമയത്തെ ISRO ചെയർമാൻ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് 77ാമത്തെ ചോദ്യം. 6 ലോകകപ്പ് കളിച്ച ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിതാലി രാജ് ആണല്ലേ. മിതാലി രാജ്. ഓപ്ഷൻ എ ആണ് മിതാലി രാജ്. ഓക്കെ, വേറെ എന്തൊക്കെ പറയാം? വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് അല്ലേ, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റൺസ് നേടിയ വനിതയാണ് മിതാലി എന്ന് പറയാം. അതുപോലെ 7,000 റൺസുകൾ തേക്കുന്ന ആദ്യത്തെ വനിതാ താരമാണ്. അതുപോലെ ഏകദിനത്തിൽ തുടർച്ചയായി 7 തവണ 50 റൺസ് നേടിയ വനിതാ താരം കൂടിയാണ് മിതാലി രാജ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം. 78ാമത്തെ ചോദ്യം നോക്കൂ. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ചോദിച്ചിരിക്കുന്നത്. ദാമോദർ മൂസോ അല്ലേ. ദാമോദർ മൂസോയാണ്, അല്ലെങ്കിൽ ദാമോദർ മൗസോ ആണ് ഉത്തരം. ഓക്കെ, 2020 നെൽമണി ഫൂക്കൻ, 2023 ഗുൽസാർ. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. 2023 ഗുൽസാർ. അതുപോലെ രാംഭദ്രാചാര്യ എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അവർ ഉറുദു, സംസ്കൃതം എന്നിവയിലാണ് നേടിയത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അത് നോക്കൂ. 79ാമത്തെ ചോദ്യം. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട് തുർക്ക്മെനിസ്ഥാൻ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏതാണ്? 2021 2021 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം. ഓക്കെ, 2021 വേറെ ഏതൊക്കെയാണ്? 2021 ഓർത്ത് വയ്ക്കുക. സുസ്ഥിര വികസനത്തിനായുള്ള ക്രിയേറ്റീവ് എക്കോണമി ഇൻ്റർനാഷണൽ ഇയർ. അതുപോലെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അന്താരാഷ്ട്ര വർഷം കൂടിയാണ്. ബാലവേല ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര വർഷം കൂടിയാണ് 2021 എന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. 2022 എന്തായിരുന്നു? 2022 എന്താണ്? ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ വർഷമായിരുന്നു. അതുപോലെ 24 എന്താണ്? ക്യാമലിഡ്സിൻ്റെ വർഷമാണ്. ക്യാമലിഡ്സ് എന്ന് പറയുമ്പോൾ 4 കാലിൽ നടക്കുന്നതല്ലേ. അപ്പോൾ 2024 എന്ന് ഓർക്കുക. മീൻ അല്ലേ, അക്വാകൾച്ചർ അല്ലെങ്കിൽ മീനുമായി ബന്ധപ്പെട്ട 2022 അല്ലേ. മീൻ 2 വാക്ക് 2022 അങ്ങനെ ഓർത്ത് വയ്ക്കാം. അതുപോലെ 2024 ക്യാമലിഡ്സ് 4 കാലികൾ എന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം. 80ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ്? വൈദ്യുതി മന്ത്രി നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? വൈദ്യുതി അടിച്ചാൽ നീല കളറായിട്ട് കൃഷ്ണൻ്റെ പോലെ കെ കൃഷ്ണൻകുട്ടി. ഓക്കെ, അടുത്ത് നോക്കൂ. 81ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. വാട്ടർ മെട്രോ ആരംഭിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ്? അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ്? ഓർത്ത് വയ്ക്കുക. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്ക് അടിയിലാണ്. ഓക്കെ അല്ലേ. അടുത്തത് 82ാമത്തെ ചോദ്യം നോക്കൂ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 2023 ജൂലൈ 14 അല്ലേ. ജൂലൈ. ഓക്കെ, അടുത്തത് 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന 3ാമത്തെ മാത്രമാണ്. സോ അത് പഠിക്കേണ്ട. ബാക്കി 2 ഒന്ന് പഠിച്ചിരിക്കുക. എന്താണ്? ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പെ ആണല്ലേ. ഇത് ഓൾറെഡി 2-3 തവണ ചോദിച്ചതാണ്. അതുപോലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. ഇതും 1, 2, 3 തവണ കേരള PSC ആവർത്തിച്ച ഒരു ചോദ്യമാണ്. അടുത്ത് നോക്കൂ. 84ാമത്തെ ചോദ്യം.
ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചെലവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. പ്രതിരോധം, ഓക്കെ, ഇങ്ങനെ കുറേ തന്നിട്ടുണ്ട്. നമുക്കിതിൽ കൂടുതൽ ഇങ്ങനെ ഒരു വലിയ ചോദ്യം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ആകെ പഠിക്കാനുള്ള എന്താണ് ഏറ്റവും കൂടുതൽ ഏതാണ്? പലിശ തിരിച്ചടവിനാണ് ഏറ്റവും കൂടുതൽ. നാലാമത്തെ ആൻസറായി വരേണ്ടത് എ ആണ്, അല്ല, നാലാമത്തെ എ വരുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLVD-2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏതാണ്? ആസാദി സാറ്റാണ്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആസാദി സാറ്റ് സെക്കൻഡ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം. 86ാമത്തെ ചോദ്യം. ചെറുധാന്യങ്ങളുടെ മില്ലറ്റ് വർഷമായി, അല്ലേ, ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ് വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് 2023, അല്ലേ? മില്ലറ്റ് 3 അക്ഷരമല്ലേ? 2023 മില്ലറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറി. രണ്ടാമത് വീണ്ടും ചോദിച്ച ഒരു ചോദ്യമാണ്, അല്ലേ? അപ്പോൾ ചെയർപേഴ്സൺ ആരാണ്? വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി ആണെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്? ചെയർമാൻ എപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്നോർക്കുക. അടുത്തത് 88ാമത്തെ ചോദ്യം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭ്യമായത്? ഏതാണ്? ക്വാണ്ടം മെക്കാനിക്സ് എന്നോർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. 74ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദുൽ ഗത്താഫ് ഖലീൽ അൽ സീസി. 74ാമത്തെ ആയിട്ട് പറയുന്നത് 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി അബ്ദുൽ ഗത്താഫ് ഖലീൽ അൽ സീസി. ആരാണ്? ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണല്ലേ? ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. 75ാമത് ആരായിരുന്നു? 75ാമത് ആരായിരുന്നു? ഇമ്മാനുവൽ മക്രോൺ ആയിരുന്നു, അല്ലേ? ഇമ്മാനുവൽ മക്രോൺ. അദ്ദേഹം ആരാണ്? ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആണല്ലേ? ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മക്രോൺ ആയിരുന്നു 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം. 90ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. ഓക്കെ. അടുത്തത് 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? EOS 06. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം EOS 06. ഇത് നേരെ ഓപ്പോസിറ്റും ഇപ്പോൾ തിരിച്ചും ചോദിച്ചല്ലേ? ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നോക്കാം. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. 2022 ഓക്കെ. ഇത് എഴുതിയത് M. മുകുന്ദനാണ്. അപ്പോൾ 2024 നേടിയത് ജസ്റ്റ് വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 16ാമത്തെ ബഷീർ പുരസ്കാരം 2024 നേടിയത് E. സന്തോഷ്. കൃതി ഏതാണ്? നാരകങ്ങളുടെ ഉപമ എന്നുള്ളതാണ് കൃതി. ഓക്കെ. അടുത്ത് നോക്കാം. 93ാമത്തെ ചോദ്യം നോക്കൂ. 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? ജസ്റ്റ് പഠിക്കേണ്ട, വിവരാവകാശം പഠിക്കേണ്ട, എന്താണ് തിരിച്ച് പഠിക്കുക, ABC അത് രണ്ടും പഠിച്ച് വയ്ക്കുക. അമൃതകാലം ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപവും എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് 94ാമത്തെ ചോദ്യം. 2022 നവംബറിൽ EOS ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? PSLV C-54, അല്ലേ? വീണ്ടും അത് തിരിച്ചു ചോദിച്ചു. EOS നേരത്തെ ചോദിച്ചു, ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് PSLV C-54 ചോദിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അടുത്തത് 95ാമത്തെ ചോദ്യം. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം 2018 ഏതാണ്? ഭുവനേശ്വർ ആണല്ലേ? ഭുവനേശ്വർ 2018. അടുത്തത് 96ാമത്തെ ചോദ്യം. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? വി വിദ്യാവതി. ഇപ്പോൾ ആരാണ്? ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. യദുബീർ സിംഗ് റാവത്ത് ആണ് ഇപ്പോഴത്തെ എന്ന് ഓർത്ത് വയ്ക്കുക. വിദ്യാഭാരതി ഏതാണോ നമ്മുടെ ഓപ്ഷനിൽ ലഭ്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. യദുബീർ ഉണ്ടെങ്കിൽ യദുബീറിനെ തന്നെ സെലക്ട് ചെയ്യുക. അടുത്ത് നോക്കും. 97ാമത്തെ ചോദ്യം. തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി 2022 പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? അരിട്ടാപ്പുട്ടി തമിഴ്നാട്ടിലാണ് എന്ന് ഓർക്കുക. ഓക്കെ. ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായിട്ട് 2022 പ്രഖ്യാപിച്ചു. നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രഖ്യാപിച്ച ഒരു സ്ഥലമുണ്ട്. ഏതാണ്? ആശ്രാമം കണ്ടൽ, അല്ലേ? ആശ്രാമം കണ്ടലാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. 2024 ഒഡീഷയിലെ ഒരു നഗരമുണ്ട്, ഒഡീഷയിലെ ഒരു സ്ഥലമുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതാണ്? ഗുപ്തേശ്വർ വനം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും LDC പരീക്ഷയ്ക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കാം, എന്നാലും ഓർത്ത് വയ്ക്കുക. അടുത്തത് 98ാമത്തെ ചോദ്യം. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരാണ്? കിലിയൻ എംബാപ്പെ, അല്ലേ? ഇപ്പോൾ എത്രാമത്തെയായി? 3-4 തവണയായി ഇതേ ചോദ്യം ചോദിക്കുന്നു.
അടുത്ത ചോദ്യവും ഇത് തന്നെയാണ്. 99ാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ കിലിയൻ എംബാപ്പെ. അടുത്ത നോക്കൂ, 100ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 2020 വർഷത്തിൽ മഹാരത്ന കമ്പനിയായി ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്ഥാപനമാണ് BSNL. പഠിക്കരുത് എന്താണ് ബാക്കിയുള്ള സ്ഥാപനങ്ങൾ പഠിക്കാം. ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് 2024 വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെയാണ്? ബെല്ലുണ്ട്, BPCL ഉണ്ട്, CIL ഉണ്ട്, ഗെയിൽ ഉണ്ട്, HPCL ഉണ്ട്, IOCL ഉണ്ട്, NTPC ഉണ്ട്, ONGC ഉണ്ട്, അതുപോലെ പവർ ഗ്രിഡ് ഉണ്ട്, സെയിൽ ഉണ്ട്, ഓയിലുണ്ട്, PFC ഉണ്ട്, REC ഉണ്ട്. ഓക്കെ, ഈ 13 കമ്പനികളാണ് ഇപ്പോൾ മഹാരത്ന കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഒരു 3-4 തവണ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ പതിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 101ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിങ്ങൾക്കുള്ള ചോദ്യമായിരുന്നു, നിങ്ങളത് ഉത്തരം ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആരാണ്? ധനഞ്ജയ Y ചന്ദ്രചൂഡ് അല്ലേ, DY ചന്ദ്രചൂഡ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് നോക്കാം. 102ാമത്തെ ചോദ്യം, കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ്? R ബിന്ദു ആണല്ലേ, R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണല്ലേ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. എന്താണ്? സമൂഹത്തിൽ നീതി ലഭിക്കണമെങ്കിൽ ഉന്നത സ്ഥാനം വേണം അല്ലേ, നമ്മൾ കോഡ് പറഞ്ഞിരുന്നില്ലേ, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ, 103ാമത്തെ ചോദ്യം, 2020 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, ഇത് ആക്ച്വലി 2019 അവാർഡാണ്. 2019 അവാർഡ് 2020 കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 2020 അവാർഡ് ശരിക്കും ലഭിച്ചിരിക്കുന്നത് പെരുമ്പടവം ശ്രീധരനാണ്. അതുപോലെ 2021 അവാർഡ് ലഭിച്ചിരിക്കുന്നത് M ലീലാവതിയാണ്. 2023 M മുകുന്ദൻ. 2024 ലഭിച്ചിരിക്കുന്നത് MK സാനു. ഓക്കെ, 2020 നൽകിയത് 19 അവാർഡാണ്. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2020 അവാർഡ് ലഭിച്ചിരിക്കുന്നത് പെരുമ്പടവം ശ്രീധരനാണ്. 2021 M ലീലാവതി, 2023 M മുകുന്ദൻ, 2024 MK സാനു. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 104ാമത്തെ ചോദ്യം, പുതിയ IT റൂൾസ് 2021 സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൽ ഉത്തരം തന്നിരിക്കുന്നത് 1ഉം 2ഉം മാത്രം ശരിയാണ്. അതുകൊണ്ട് നമുക്ക് 3 നോക്കേണ്ട. നമുക്ക് നോക്കാം. IT റൂൾസ് 2021 ലക്ഷ്യം സോഷ്യൽ മീഡിയയുടെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും സാധാരണ ഉപയോക്താക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ IT റൂൾസ് 2021 ഒരു പ്രധാന സവിശേഷതയാണ് 2 തലത്തിലുള്ള പരാതി പരിഹാര സംവിധാനം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 105ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡാണ് അല്ലേ, ഉത്തരാഖണ്ഡ്. ഓക്കെ, ജോഷിമഠ് അല്പം റിലീജിയസ് ആയ സ്ഥലമാണ്, ഉത്തരാഖണ്ഡാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. 106ാമത്തെ ചോദ്യം, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ D ആണ്. അതുകൊണ്ട് അത് നോക്കണ്ട. എന്താണ്? Aയും Bയും Cയും നോക്കുക. 2020 മെയ് 12 പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് 2020 മെയ് 12. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ് ഇത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. 107ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ നടപടി ഏതാണ്? വിവാ കേരളം. അനീമിയ വിവ എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം. 108ാമത്തെ ചോദ്യം, 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ്? അസ്താനയാണ്. 2023 അസ്താനയാണ്. 2024 വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതാണ്? സിംഗപ്പൂരാണ്. സിംഗപ്പൂരാണ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി. അടുത്തത് 109ാമത്തെ ചോദ്യം, ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം? ഏതാണ്? ജ്യൂസ് ദൗത്യം. ഈ ഒരു ചിഹ്നം വരുന്ന വേറൊരു ഗ്രഹവും അവിടെ ഇല്ല, വ്യാഴം അല്ലേ, ജ്യൂസ് വ്യാഴം. ഓക്കെ, ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. 110ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ഇൻലാൻഡ് വെസൽ 2021 അനുസരിച്ച് കോമ്പിറ്റൻറ്റ് അതോറിറ്റി ആരാണ്? ഓപ്ഷൻ സി ആണ്, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി. ഓക്കെ അല്ലേ? ഒരു ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. 111ാമത്തെ ചോദ്യം, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? കുറച്ച് വർഷം മുന്നത്തെ കറണ്ട് അഫയർ ആണ്, പക്ഷേ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനുശേഷം ഒരു മലയാളിക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് 2 ചോദ്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഒപ്പം നമ്മുടെ 2024 ഫുൾ PYQ. അപ്പോൾ നമ്മൾ 2023 24 ഫുൾ PYQ കറണ്ട് അഫയേഴ്സ് നോക്കിയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 കേരള PC ചോദിച്ച ഫുൾ PYQ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് വിത്ത് കോഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കൂ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന
പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഒന്നാമത്തെ 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. അത് ശരിയാണല്ലേ? ഓക്കെ. 2020 വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന് ലഭിച്ചു. അതും ശരിയാണ്. 2020 ONV അവാർഡ് ശ്രീമതി M ലീലാവതിക്ക് ലഭിച്ചു. അതും ശരിയാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ സച്ചിദാനന്ദന് ലഭിച്ചു. അത് തെറ്റാണല്ലേ? 2020 ആർക്കാണ്? സക്കറിയയ്ക്കാണല്ലേ? സക്കറിയയ്ക്കാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2021 P വത്സല, 2022 സേതുമാധവൻ, 2023 വസന്തൻ അല്ലേ? ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. അടുത്ത് നോക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പ്രസ്താവനകളാണ്? 2021 ടോക്കിയോ ഒളിമ്പിക്സിന് നീന്തൽ താരം വിഷ്ണു ശരവണൻ യോഗ്യത നേടി. ശരിയാണല്ലേ? അടുത്ത് 2016 ഒളിമ്പിക്സിൻ്റെ ആതിഥേയ രാജ്യം റഷ്യ ആയിരുന്നു. ആണോ? അല്ലല്ലോ? തെറ്റാണല്ലേ? ഓക്കെ. 2016 ചോദിച്ചിരിക്കുന്നത്. ബ്രസീലായിരുന്നു അല്ലേ? ബ്രസീൽ. ഓക്കെ. 2012 ഒളിമ്പിക്സിൻ്റെ ആതിഥേയ രാജ്യം ഫ്രാൻസ് ആയിരുന്നു അല്ലല്ലേ? UK ആണ്. 2012 UK ആയിരുന്നു. അതും തെറ്റാണ്. അടുത്തത്, ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങളായ അൻഷു മാലിക്കും സോനം മാലിക്കും 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. അതും ശരിയാണ്. ഓക്കെ. അപ്പോൾ 2ഉം 3ഉം ആണ് തെറ്റായ ഓപ്ഷൻസ്. അടുത്ത് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ ചോദിച്ചിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നമുക്ക് നോക്കാം. ആദ്യത്തേത്, ജസ്റ്റിസ് N രമണയെ ഇന്ത്യയുടെ 47ാമത് ചീഫ് ജസ്റ്റിസായി നിയോഗിച്ചു. അല്ല, 48ആണ്. ഇന്ത്യയുടെ 46ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അത് ശരിയാണല്ലേ? ഓക്കെ. അടുത്ത് നോക്കാം. ഇന്ത്യയുടെ 37ാമത് ചീഫ് ജസ്റ്റിസായിരുന്നു ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അതും ശരിയാണ്. അടുത്തത്, ഇന്ത്യയുടെ 1ാമത്തെ ചീഫ് ജസ്റ്റിസായിരുന്നു ജസ്റ്റിസ് M പതഞ്ജലി ശാസ്ത്രി. തെറ്റാണ്. ഓക്കെ. 1ഉം 4ഉമാണ് തെറ്റായ ഓപ്ഷൻസ്. ഓക്കെ. നമ്മുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? 50ാമത്തെ DY ചന്ദ്രചൂഡാണ് അല്ലേ? DY ചന്ദ്രചൂഡ്. അതുപോലെ 49 ആരായിരുന്നു? ലളിത് ആയിരുന്നു അല്ലേ? UU ലളിത് ആയിരുന്നു. 49. ഓക്കെ. അടുത്തത് നോക്കൂ. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓക്കെ. 2020 ഡിസംബറിൽ ബുറെവി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് 2020 ശരിയാണല്ലേ? അതുപോലെ നിവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, ശ്രീലങ്ക എന്നീ പ്രദേശത്തെയാണ് ബാധിച്ചത്. അതും ശരിയാണ്. നിസർഗ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ ഗുജറാത്ത് സംസ്ഥാനത്തെ സാരമായി ബാധിച്ചു. അത് ഗുജറാത്തിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഗുജറാത്തിനെയല്ല സാരമായി ബാധിച്ചത്. ഏതാണ്? മഹാരാഷ്ട്രയാണല്ലേ? മഹാരാഷ്ട്രയാണ് സാരമായി ബാധിച്ചത്. ഓക്കെ. അപ്പോൾ അത് തെറ്റാണ്. 2017 ഓക്കി ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചത്. അതും ശരിയാണ്. ഓക്കെ. അപ്പോൾ 1, 2, 4 ആണ് ശരി. അഞ്ചാമത്തെ ചോദ്യം, ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ജൂലിയസ്. ഓർത്ത് വയ്ക്കുക, ഡേവിഡ് ജൂലിയസ്. ഓക്കെ. നമുക്ക് ഈ PDF ലഭിച്ചിരിക്കുന്നത് സോഡിയാക് PSC അക്കാദമിയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു അവസരത്തിൽ താങ്ക് യു പറയാണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആദ്യത്തേത്, ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. അതെ അല്ലേ? റൈരംഗ്പൂർ നഗർ പഞ്ചായത്തിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. വാണിജ്യത്തിനും ഗതാഗതത്തിനും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരുന്നു. എല്ലാം ശരിയാണല്ലേ? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏഴാമത്തെ ചോദ്യം, 2019 ജൂൺ 11 ഇന്ത്യയുടെ ബഹിരാകാശ സഹകരണം ഏത് രാജ്യവുമായി MOU ധാരണാപത്രം ഒപ്പുവെച്ചു? ഏതാണ്? ടുണീഷ്യ. ഓർത്തു വയ്ക്കുക. അടുത്തത്, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019 എന്ന് ഓർത്തു വയ്ക്കുക. ഒമ്പതാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? P വത്സലയാണല്ലേ? P വത്സല. 2021 എന്ന് എഴുതാൻ P അല്ലേ? P എഴുതുമ്പോൾ 18 ശേഷമാണ്. നമ്മൾ കോഡിലൂടെ തന്നെ ക്ലാസ് എടുത്താണ്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. എല്ലാ പുരസ്കാരങ്ങളും 2020, 21, 22, 23, 24 എല്ലാ വർഷത്തെയും പുരസ്കാരങ്ങൾ വിത്ത് കോഡ് വ്യക്തികളെയും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപോകുക. ഓക്കെ. 10ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ നിയമസഭയാണ്. ഓക്കെ. 2021 കേരളത്തിലെ ഇപ്പോൾ നടക്കുന്നത് 15ാമത്തെ നിയമസഭയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. 11ാമത്തെ ചോദ്യം, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? EOS 04. ഓക്കെ. ഒരുപാട് തവണ ചോദിച്ച 2022, 23, 24 വർഷങ്ങളിലും ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓർത്ത് വയ്ക്കുക. 12ാമത്തെ ചോദ്യം നോക്കൂ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കസ്തൂരിരംഗൻ അല്ലേ? നമുക്കറിയാവുന്നതാണ്. അടുത്ത് നോക്കൂ. 13ാമത്തെ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറിയാം, ക്രിക്കറ്റ് അല്ലേ? 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22 അല്ലേ? 2019 ജൂലൈ 22. അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ 3 എന്നാണ്? 2023 അല്ലേ? 3 ആണ്. അതുകൊണ്ട് തന്നെ 2023 ഒരു ജൂലൈ അല്ലേ? ഒരു ജോലിയാണല്ലേ? ഒരു ജൂലൈ
14 വിക്ഷേപിച്ചത്. ഇവിടെ 22 ആകുമ്പോൾ 19 ജൂലൈ 22. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്തത് 15ാമത്തെ ചോദ്യം നോക്കൂ. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? KV റാബിയ. KV റാബിയ. ഇത് 2022 അപ്പോൾ നമുക്ക് 2023 ഒന്ന് നോക്കാം. ഓക്കെ, 2023 4 മലയാളികൾക്കാണ് മൊത്തത്തിൽ പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് അന്യം നിന്നുപോയ 45ഓളം നെൽവിത്തുകളുടെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനും പ്രചാരകനുമായ ചെറുവയൽ രാമൻ. ആരാണ്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ. ഓക്കെ, അടുത്ത ആരാണ്? ഒന്നാമത്തെ ആളാണ് ചെറുവയൽ രാമൻ. രണ്ടാമത്തെ ആൾ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ കളരികളിൽ ഒന്നായ കണ്ണൂർ വളപട്ടണത്ത് ശ്രീ ഭാരത് കളരിയുടെ ഗുരുക്കളും കളരിപ്പയറ്റ് സംബന്ധിയായ 5 പ്രശസ്ത ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ശ്രീ SRD പ്രസാദ്. ഓക്കെ, അടുത്ത വ്യക്തി ആരാണ്? പ്രമുഖ ഗാന്ധിയനും സ്വതന്ത്ര സമര പോരാളിയുമായ VP അപ്പുക്കുട്ടൻ. ഓക്കെ, നാലാമത്തെ ഏറ്റവും അവസാനത്തെ ആളായ ചരിത്രകാരൻ ഡോക്ടർ CI ഐസക്. ഓക്കെ, ഈ 4 പേർക്കാണ് 2023 പത്മശ്രീ ലഭിച്ചത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കൂ, 16ാമത്തെ ചോദ്യം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ഓക്കെ, 67ാമതാണ് പറയുന്നത്. 69 ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 69ാമത്തെ ഏതാണ് മികച്ച ചിത്രം എന്ന് പറയുന്നത്? റോക്കറ്ററി ആണ് അല്ലേ? റോക്കറ്ററി. ഓക്കെ, മലയാളം സിനിമ, മികച്ച മലയാള സിനിമ ഏതാണ്? ഹോമാണ്. ഹോം ഓർത്ത് വയ്ക്കുക. അതുപോലെ പ്രത്യേക ജൂറി പുരസ്കാരം ഇന്ദ്രൻസിന് ലഭിച്ചു. മലയാളം ആയതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, 17ാമത്തെ ചോദ്യം നോക്കൂ. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഉത്തരം ദിസ് ഈസ് നോട്ട് എ ബെറിയൽ, ഇറ്റ് ഈസ് റിസറക്ഷൻ. ഓക്കെ, അപ്പോൾ 2023 28th ഏതാണെന്നറിയാവോ? ഒരു ജപ്പാനീസ് ചിത്രമാണ്. ഓർത്ത് വയ്ക്കുക. ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അത് നോക്കൂ, 18ാമത്തെ ചോദ്യം. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ട് ആണ്. ഓക്കെ, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരിയാണല്ലേ. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ്. ശരിയാണ്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്. ഓക്കെ, 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദ ഡിസ്ക് ഫോർട്ട് ഓഫ് ഈവനിങ്. തെറ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിച്ചു വെക്കേണ്ടത് 2021 അല്ല, നമുക്കിനി പഠിച്ചു വെക്കേണ്ടത് 2023. ഓക്കെ, 2023 ഏതാണ്? 2023 ബുക്കർ പ്രൈസ് നേടിയത് പോൾ ലിഞ്ചാണ്. ഓക്കെ, പോൾ ലിഞ്ചാണ് നേടിയത്. ഏതായിരുന്നു? പ്രൊഫറ്റ് സോങ് എന്ന ബുക്കിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, അടുത്ത് നോക്കാം. 19ാമത്തെ ചോദ്യം നോക്കൂ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? 2023 ഒരുപാട് തവണ ചോദിച്ചതാണ്. ഏതാണ്? മില്ലറ്റ് ആണല്ലേ. മില്ലറ്റ് 3 അക്ഷരം 2023 എന്നോർക്കുക. ഓക്കെ, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? PJ ജോസഫ് ആണ്. അതുപോലെ ഏറ്റവും ചെറിയ ആളാരായിരുന്നു? ചെറിയ ആൾ KM സച്ചിൻ ദേവ്. ഓക്കെ, KM സച്ചിൻ ദേവാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ ആരാണ്? അറിയാമല്ലോ, AM ഷംസീർ. ഓർത്ത് വയ്ക്കുക. 22ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? അബ്ദുറഹിമാൻ. നമ്മൾ ഓൾറെഡി കോഡോടുകൂടെ തന്നെ ക്ലാസ് ചെയ്താണ്. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക. എന്താണ് കായിക വകുപ്പ് അല്ലേ? നന്നായി ഓടേണ്ടി വരും. കായികമല്ലേ? നന്നായി ഓടേണ്ടി വരും. നന്നായി ഓടുന്നത് മാനാണല്ലേ? മാൻ. വി അബ്ദുറഹിമാൻ. ഓക്കെ, അടുത്ത് നോക്കൂ. 23 സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണനല്ല. ഇപ്പോൾ ആരാണ്? ജസ്റ്റ് ഇത് തന്നെ പഠിച്ചു വെക്കുക. പക്ഷേ ഇപ്പോൾ ആരാണ്? ഇപ്പോൾ മാറിയിട്ടുണ്ട്. OR കേളു. വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. 24ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഗീത ഗോപിനാഥ്. ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് വീണ്ടും ചോദിച്ചിരിക്കുന്നു. P വത്സല. ഓക്കെ, 26ാമത്തെ ചോദ്യം. 2026 ശീതകാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? ഇതൊക്കെയാണ്. മിലാനുണ്ട്, അതുപോലെ കോട്ടിനഡി, ആംബെ ബസോ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഭീമൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചല്ലേ? ഭീമൻ ഏതാണ്? ബീജിങ് 2022. അതുപോലെ മെൻ എന്നുള്ളത് മിലാനും കോട്ടീനയും 2026. ഓക്കെ, നമ്മുടെ സ്പോർട്സിൻ്റെയും വേദികളും വർഷങ്ങളും നമ്മൾ കോഡിലൂടെ തന്നെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ.
27ാമത്തെ ചോദ്യം 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗ്ലാസ്ഗോയിലാണ് നടന്നത്. അതുപോലെ COP26 2021 എല്ലാ വർഷത്തിൻ്റെയും കൂടെ 5 കൂട്ടിയാൽ മതി. അതായത് 2021 നടന്നത് 26, COP26 നടന്നത് എന്നോർക്കുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് 1 and 3. ഓക്കെ, അടുത്ത നമുക്ക് 28ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 2 ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1-2 ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മുടെ സംയുക്ത സൈനിക മേധാവി ആരാണ്? അനിൽ ചൗഹാനാണ്. അനിൽ ചൗഹാൻ ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വ്യോമസേന, വ്യോമമാരാണ്? വ്യോമം ആരാണ്? VR ചൗധരിയാണ്. VR ചൗധരി. അതുപോലെ നാവികമാരാണ്? നാവികം ഓർത്ത് വയ്ക്കുക, ദിനേശ് കെ ത്രിപാഠി. ഓക്കെ, അല്ലെങ്കിൽ ആരാണ് ഇത്? ഓപ്ഷൻസ് ആയിട്ട് ദിനേശിനെ തന്നില്ലെങ്കിൽ R ഹരികുമാർ, ഇതിന് തൊട്ട് മുമ്പുള്ള R ഹരികുമാർ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കൂ. 29ാമത്തെ ചോദ്യം. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലാജിതളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഇതൊക്കെയാണ് 1, 3. 1, 3. ഓക്കെ, അടുത്തത് നോക്കാം. 30ാമത്തെ ചോദ്യം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് നോക്കാം. 31ാമത്തെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S സോമനാഥ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 32 താഴെ പറയുന്നവയിൽ ലിസ ചാലനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം? 2021 ലോക ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. ഏതാണ്? ഓപ്ഷൻ 3 മാത്രമാണ് ശരിയായത്. ഓക്കെ, അപ്പോൾ തെറ്റാണ്. 1994 ഫാൽക്കെ അവാർഡ് നേടി. തെറ്റാണ്. കേരളത്തിൻ്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടി. അതാണ് ശരി. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻദോർ പുരസ്കാരം നേടി. അതും തെറ്റാണ്. ഓക്കെ, അടുത്തത് 33ാമത്തെ 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? P വത്സല. 2021 2021 P വത്സല അല്ലേ? ഈ P തന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ 9 അല്ലേ? 29ാമത്തെ പുരസ്കാരമാണ്. നമ്മൾ കോട്ടിലൂടെ പഠിച്ചതാണ്. അടുത്ത് നോക്കൂ. 34 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്. വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് കൊറിയയാണ് ഉത്തരം. സൗത്ത് കൊറിയ. 2018 സൗത്ത് കൊറിയ. അതുപോലെ 2022 എവിടെയായിരുന്നു? ചൈനയാണ് അല്ലേ? ചൈന, ബീജിംഗ് അല്ലേ? ചൈനയിലെ ബീജിംഗ് ആയിരുന്നു. 2026 ഏതാണ്? ഇറ്റലിയാണ്. മിലാനും കോർട്ടിനും. ഓക്കെ, മിലാൻ കോർട്ടിന. ഓക്കെ, അടുത്തത് 35ാമത്തെ ചോദ്യം നോക്കൂ. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഏഷ്യൻ ഗെയിംസ് ആണ് 2018. ഏതാണ്? ഇന്തോനേഷ്യ. 2018 ഇന്തോനേഷ്യ. ഓക്കെ, 2018 ഇന്തോനേഷ്യ. അപ്പോൾ 2022 ചൈനയാണ്. 2026 ജപ്പാനാണ് എന്ന് ഓർക്കുക. ഓക്കെ, നമ്മൾ കോഡൊക്കെ പഠിച്ചല്ലേ? എന്തായിരുന്നു കോഡ്? ഏഷ്യൻ ഗെയിംസ് അല്ലേ? ആശാൻ്റെ ഏഷ്യൻ അല്ലേ? ഏഷ്യൻ എന്ന് പറയുമ്പോൾ ആശാൻ്റെ ചൈനീസ്, പാൻ ജപ്പാൻ. എന്താണ്? കത്തിപ്പിടിച്ചു ഖത്തർ അല്ലേ? ഖത്തർ 2030 ഖത്തർ കത്തിപ്പിടിച്ചു. ആര് വന്നിട്ടാണ് അണച്ചത്? അറബി വന്നിട്ട് അടച്ചു അല്ലേ? 34 അറബി, സൗദി അറേബ്യ അറബി വന്ന് തീയണച്ചു. ഓക്കെ, അടുത്ത് നോക്കൂ. 36ാമത്തെ ചോദ്യം. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. രണ്ടാമത് വീണ്ടും ചോദിച്ചു. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? ഓസ്ട്രേലിയ. ഓർത്തു വയ്ക്കുക, 2018 ഓസ്ട്രേലിയ. അപ്പോൾ 2022 എവിടെയാണ്? UK ആണ്. ബെർമിംഗ്ഹാം. ഓക്കെ, 2026 എവിടെയാണ്? 2026 ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇത് ക്യാൻസലായി അല്ലേ? ഈ സ്ഥലം അവർ തന്നെ ക്യാൻസൽ ചെയ്തു. പുതിയ സ്ഥലം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. 38ാമത്തെ ചോദ്യം. 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 2021 ചോദിച്ചിരിക്കുന്നത്. 140 പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് പഠിക്കാനുള്ളത് 2023 എത്രയാണ്? 127 2024 എത്രയാണ്? 129. വീണ്ടും 2 സ്ഥാനം പുറകിലേക്ക് പോയി. എന്താണ്? എക്കണോമിക് ഫോറത്തിലെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് 127, 2024 വന്നത് 129 എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കൂ. 39ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയായിരിക്കുമല്ലോ, കേരളം. ഓക്കെ, അടുത്ത് നോക്കൂ. 40ാമത്തെ ചോദ്യം. UNDPയുടെ 2020 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. പഠിച്ചു വയ്ക്കേണ്ട. 2023 നമുക്ക് പഠിക്കേണ്ടത്. 2023 134 റാങ്ക്. മാനവ വികസന സൂചിക 134. ഓക്കെ, അടുത്ത് നോക്കാം. 41ാമത്തെ ചോദ്യം നോക്കൂ.
2020 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എത്രയാണ്? 7:1000 ഓക്കെ. അടുത്ത് നോക്കാം. 42ാമത്തെ ചോദ്യം നോക്കൂ. 2022 ഭൗമദിനത്തിൻ്റെ തീം അല്ലേ, ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. 2022 ഭൗമദിനത്തിൻ്റെ തീം ഓക്കെ, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. ഓപ്ഷൻ എ ആണ്, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. ഓക്കെ, 2022 നമ്മൾ പറഞ്ഞത്. 2023 ഏതാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. ഓക്കെ, 2024 എന്താണ്? 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, ഭൗമദിനം എന്നാണ്? ഭൗമദിനം ഏപ്രിൽ 22 ആണല്ലേ. ഏപ്രിൽ 22 ഭൗമദിനം, ഓർത്ത് വയ്ക്കുക. അടുത്തത് 43ാമത്തെ ചോദ്യം. 2022 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേത്? ഫിൻലാൻഡ്. 2022 ചോദിച്ചിരിക്കുന്നത്. എപ്പോൾ ചോദിച്ചാലും ഫിൻലാൻഡിന് എഴുതിക്കോളൂ. എന്താണ്? 6ാമത്തെ തവണയാണ് അവർ വീണ്ടും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ? ഇന്ത്യയുടെ സ്ഥാനം 126 എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 2023 കണക്കനുസരിച്ച് 126. ഓക്കെ, 44ാമത്തെ ചോദ്യം. 2021 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഭാഗികമായി സ്യൂക്കുറോ മനോബയ്ക്കും ക്ലോസ് ഹസാൽമാനും അവരുടെ പഠനത്തിന് ലഭിച്ചു. അവരുടെ പഠനം എന്തായിരുന്നു? ആഗോള താപന പ്രവചനങ്ങൾ. ഓക്കെ, അടുത്ത് നോക്കാം. 45ാമത്തെ ചോദ്യം. ഫഗറിയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ്? കറ്റാലിൻ നൊവാക്. ഓക്കെ, ഫഗറി എന്നുള്ളത് എന്താണ്? തെറ്റായി കൊടുത്തതാണ്. എന്താണ്? ഹംഗറിയാണല്ലേ. ഹംഗറിയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി. ഓക്കെ, കറ്റാലിൻ നൊവാക്. അടുത്ത് നോക്കൂ. GST കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി നിർമ്മല സീതാരാമൻ. ഓക്കെ, അടുത്തത് 47ാമത്തെ ചോദ്യം. 2022 ഫെബ്രുവരി 19 കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള 5 വകുപ്പുകളും അതത് ഡയറക്ടറേറ്റുകളും ലയിപ്പിച്ച് ഒരൊറ്റ വകുപ്പായി. ഓക്കെ, LGD കോമൺ സർവീസ്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് കളക്ട്രേറ്റ് മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഉൾപ്പെടുന്നില്ല? ഏതാണ്? ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളുടെ വിഭാഗവും. ഓക്കെ, അതായത് പഞ്ചായത്ത്, ഗ്രാമവികസനം, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് എന്നുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, 48ാമത്തെ ചോദ്യം. മിലാനോ കോർട്ടീന 2026 അടുത്ത ശൈത്യകാല ഒളിമ്പിക്സ് ഏതു രാജ്യത്താണ് നടക്കുന്നത്? ഇറ്റലിയാണല്ലേ. ഇറ്റലി. ഓക്കെ, ഏതൊക്കെയാണ്? കോർട്ടീന, അതുപോലെ മിലാനോ കോർട്ടീന നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത് നോക്കൂ. 49ാമത്തെ ചോദ്യം. 2022-23 യൂണിയൻ ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഇനി പറയുന്ന നികുതികളിൽ ഏതാണ് മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് പരമാവധി വിഹിതം നൽകുന്നത്? ഏതാണ് ഉത്തരം? ചരക്ക് സേവന നികുതി. ഓക്കെ, 50ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. അടുത്ത ചോദ്യം നോക്കൂ. 51ാമത്തെ ചോദ്യം. 2022 മാർച്ചിൽ ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ ക്വാഡ്രൂപ്പിൾ മാസ സ്പെക്ട്രോമീറ്റർ അതായത് ചേസ് 2 ചന്ദ്ര എക്സോസ്ഫിയറിലെ ആർഗൺ 40ൻ്റെ ആഗോള വിതരണം നിരീക്ഷിച്ചു. ചേസ് 2 എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ചേസിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ 2 അല്ലേ. ഓക്കെ, നമ്മളിത് എന്താണ്? കോഡ് വെച്ച് തന്നെ പഠിച്ചതാണ്. നമ്മളൊരു സിനിമയുമായൊക്കെ കണക്ട് ചെയ്ത് ചേസ്റ്റ് അല്ലേ, എന്താണ് ചെസ്റ്റ് ചേസ് എന്നെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അതിൽ ഈ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ. 52ാമത്തെ ചോദ്യം. 2021 പത്മഭൂഷൺ നേടിയ തെന്നിന്ത്യൻ ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണ്? KS ചിത്ര. 2021 പത്മഭൂഷൺ നേടിയത്. ഓക്കെ, 2023 പത്മഭൂഷൺ നേടിയ ആരാണ്? വാണി ജയറാം. 2023 അന്തരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 2023 പത്മഭൂഷൺ നേടിയത് വാണി ജയറാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 53ാമത്തെ ചോദ്യം. 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് 48 ടീമുകളാണ്. ഓക്കെ, എവിടെയാണ് വേദി? എവിടെയാണ്? മാക്. നമ്മൾ പഠിച്ചതാണല്ലേ മാക്. എന്തൊക്കെയാണ്? മെക്സിക്കോ, അമേരിക്ക, കാനഡ. ഓക്കെ, അടുത്ത് നോക്കാം. 54ാമത്തെ ചോദ്യം. സൽമാൻ റുഷ്ദിയുടെ ഏതു കൃതിയാണ് 2021 പ്രസിദ്ധീകരിച്ചത്? ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത്. അടുത്തത് 55. 2021 ഫുകുവോക്ക ഗ്രാൻഡ് പ്രൈസ് നേടിയത് ആര്? പരഗുമി സായിനാഥ്. ഓക്കെ, ഈ അവാർഡ് ജപ്പാൻ്റെ ഒരു അവാർഡാണ്. ഓക്കെ, അടുത്ത് നോക്കാം. 56ാമത്തെ ചോദ്യം. 2019 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ്? രജനീകാന്ത് ആണ്. 2019 അല്ലേ. 2019 രജനീകാന്ത്. 2020 ആരാണ്? ആശ പരേഖ്. ഓക്കെ, പിന്നീട് 2 വർഷങ്ങൾ വീണ്ടും അതുപോലെ തന്നെ. 2021 രജനീകാന്ത്, 2022 ആശ, ദെൻ 2023 രേഖ. ഓക്കെ അല്ലേ.
ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റ് ആയി നിയമിതനായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ. ഓക്കെ, അടുത്ത് നോക്കാം. 58 ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഏതാണ്? 5+3+3+4. 5 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 4. ഓക്കെ അല്ലേ? കസ്തൂരി രംഗൻ സമിതി. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. 59 ചോദ്യം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ചെങ്കോട്ട. അങ്ങനെയാണെങ്കിൽ 2000 രൂപയിൽ ഏത് ചിത്രമായിരുന്നു? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അടുത്ത് നോക്കാം. 60 ചോദ്യം. 2024 ഒളിമ്പിക്സിൻ്റെ വേദി ഏതാണ്? പാരീസ് ആണല്ലേ? പാരീസ് ഓർമ്മയുണ്ടോ? നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? 2024 പാരീസ് അല്ലേ? നമ്മുടെ കോഡ് എന്താണ്? ടോപ്പിൽ ലോബി അല്ലേ? ടോപ്പ് ടോക്കിയോ 2024 പാരീസ് ടോപ്പിൽ അല്ലെ? ടോപ്പ്. അതുപോലെ ലോ ബി എന്താണ്? 28 ലോസ് ഏഞ്ചൽസ്, 32 ബ്രിസ്ബെയിൻ. ടോപ്പിൽ ലോബി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 61 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ട്. 61 ഇംഗ്ലണ്ട്. 2023 ആരാണ്? ഓസ്ട്രേലിയ. ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് 62 ചോദ്യം. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഏതാണ്? ഹൃദയരാഗങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 63 ചോദ്യം. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആർക്കാണ്? TP ഔസേപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിച്ചു വെക്കേണ്ടത് 2023 ആർക്കാണ് ലഭിച്ചത്? ഇ ഭാസ്കരൻ. ഓക്കെ, കബഡി ടീമിൻ്റെ പരിശീലകനാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അടുത്തത് 64 ചോദ്യം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ. ഫിഷറീസ് അതുപോലെ ചലച്ചിത്രം എല്ലാം ചുമതല വഹിക്കുന്നത് ഇദ്ദേഹമാണല്ലേ? നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും അതുപോലെ അവരുടെ നിയമസഭാ മണ്ഡലങ്ങളും ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണോ വിജയിച്ചത് എന്നതും ഉൾപ്പെടുത്തി കോഡിലൂടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. 65 ചോദ്യം. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. 2021 ചോദിക്കുന്നത്. ഓക്കെ, 2023 ആർക്കാണ്? 2023 മികച്ച നടി ആരായിരുന്നു? ഒന്ന് പറഞ്ഞേ. വിൻസി അലോഷ്യസ്. ഓക്കെ, 2023 വിൻസി അലോഷ്യസ് ആണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് മികച്ച നടി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 66 ചോദ്യം. ഡോക്ടർ ശോശാമ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഏതാണ്? മറ്റുള്ളവ. ഇതൊന്നുമല്ല അല്ലേ? മുകളിലുള്ളൊന്നുമല്ല. ഓക്കെ, ഇത് ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അടുത്തത് 67 ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? വിശ്വാസ് മേത്തയാണ് എക്സാം നടന്ന സമയത്ത്. എന്നാൽ ഇപ്പോൾ ആരാണ്? വി ഹരി നായർ. ഓക്കെ, ഇത് 2024 ചേഞ്ച് ആയതാണ്. അതുകൊണ്ട് തന്നെ ഏതാണ് ഓപ്ഷനിൽ വരുന്നത് അതനുസരിച്ച് ഉത്തരം കൊടുക്കുക. വി ഹരി നായർ വന്നാൽ വി ഹരി നായർ കൊടുക്കുക. എന്നാൽ വിശ്വാസ് മേത്ത മാത്രമേ ഉള്ളൂവെങ്കിൽ വിശ്വാസ് മേത്ത കൊടുക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. 68 ചോദ്യം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം 69 ചോദ്യം. വീണ്ടും 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല. ഓക്കെ, അടുത്ത് നോക്കാം. 70 ചോദ്യം. GSLV F10 ജിയോ സിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റർ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? GISAT-1 ആണ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. 71 ചോദ്യം. ഇന്ത്യയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് NB രാമണ്ണ. ഓക്കെ, ഉദയ് ഉമേഷ് ലളിത് എത്രാമത്തെയാണ്? 49 ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് 50 എന്നും ഓർത്ത് വയ്ക്കുക. ഇപ്പോഴത്തെ DY ചന്ദ്രചൂഡ്. ഓക്കെ അല്ലേ? അടുത്തത് 72 ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചന്ദ്രനെ പരിവേഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദൗത്യമാണ് ISROയുടെ ചന്ദ്രയാൻ 2. ശരിയാണല്ലോ? ശരിയാണ്. ചന്ദ്രനെ പരിവേഷണം ചെയ്യാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിജയകരമായ ദൗത്യമാണ് ചന്ദ്രയാൻ 2. തെറ്റാണല്ലേ? വിജയകരമാണോ? അല്ല. ഓക്കെ, അടുത്തത് 2021 ഓഗസ്റ്റ് 12 വിക്ഷേപിച്ച ISROയുടെ EOS-03 ഒരു പരാജയ ദൗത്യമായിരുന്നു. അതും ശരിയല്ലേ? ശരിയാണ്. അടുത്തത് വിദ്യാഭ്യാസ സാമഗ്രികൾ എത്തിക്കുന്നതിന് ദ്വിമുഖ ആശയവിനിമയം നൽകുന്ന ഇന്ത്യയുടെ ആദ്യ സമർപ്പിത വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് GSAT-3. അതും ശരിയാണല്ലേ? അപ്പോൾ ഇവിടെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ
1, 3, 4 1, 3, 4 വരുന്നത് ഓപ്ഷൻ എ 1, 3, 4. ഓക്കെ, അടുത്തത് 2021 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മില്ലനും സംയുക്തമായി സമ്മാനിച്ചത് അവരുടെ ഏത് പ്രവർത്തനത്തിനാണ്? അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസിന്റെ വികസനത്തിന്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 74ാമത്തെ ചോദ്യം. ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം 2020 പ്രകാരം ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷകളാക്കിയ ഭാഷകൾ ഏതൊക്കെയാണ്? കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഏതൊക്കെയാണ് ജമ്മു കാശ്മീരിൻ്റെ? കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഒന്നുകൂടി പറഞ്ഞത് കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 75ാമത്തെ ചോദ്യം. 2022 ശൈത്യകാല ഒളിമ്പിക്സിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരി. ഒന്നെന്താണ്? ഫലത്തിൽ 100% കൃത്രിമ മഞ്ഞ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സ് ആണ് ബീജിംഗ് ഗെയിംസ്. ശരിയാണ്. ദക്ഷിണ കൊറിയയെ 2022 ബീജിംഗ് ശൈത്യകാല ഒളിമ്പിക്സിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. ശരിയാണെന്ന് തോന്നും, പക്ഷേ തെറ്റാണ്. എന്താണ്? ദക്ഷിണ കൊറിയ അല്ല അല്ലേ? എന്താണ്? നോർത്ത് കൊറിയയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആരിഫ് ഖാൻ ആൽവൈൻ സ്കീയിങ്ങിൽ 2022 ശൈത്യകാല ഒളിമ്പിക്സിന് യോഗ്യത നേടി. ശരിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. 76ാമത്തെ ചോദ്യം. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ശ്രീ തവർചന്ദ് സിഹ്ലോട്ട്. ഓക്കെ, അടുത്ത് നോക്കാം. 77ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി എന്ന് പറഞ്ഞാൽ 90 വർഷം അല്ലേ? 90 വർഷത്തിന് ആണ് 2021 ആഘോഷിച്ചത്. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 മുതൽ 32 വരെ അല്ലേ നടന്നത്? അപ്പോൾ 90 വർഷം 2021 നവതി ആഘോഷിച്ചു. ഓക്കെ, അടുത്തത് നോക്കാം. 78ാമത്തെ ചോദ്യം നോക്കൂ. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം പഞ്ചാബ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 79ാമത്തെ ചോദ്യം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിൽ ആണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ ആരാണ് ബില്ല് അവതരിപ്പിച്ചത്? നമുക്കറിയാം, അമിത് ഷാ ആണല്ലേ? അമിത് ഷാ. ഓക്കെ, ആദ്യമായിട്ട് അവതരിപ്പിച്ചത് രാജ്യസഭയിലാണ് അവതരിപ്പിച്ചത് ശ്രീ അമിത് ഷാ. അടുത്ത് നോക്കൂ. ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം ഏതാണ്? ഉത്തരം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. 2021 പറഞ്ഞത്. 2022 എന്താണ്? ഒരേ ഒരു ഭൂമി എന്നുള്ളതാണ് 2022 തീം. അതുപോലെ 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങളാണ്. ഓക്കെ, ചോദിച്ച ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. 2024 വരുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, അതുപോലെ വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ്. ഓക്കെ, 2021 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, 2022 ഒരേ ഒരു ഭൂമി, 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ, 2024 ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഓക്കെ, നിങ്ങളിപ്പോൾ 2023 2024 PYQ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേരള PC വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ 2023 അതുപോലെ 2024 ഇതുപോലുള്ള PYQ ഫുൾ കംപ്ലീറ്റ് PYQ കറണ്ട് അഫെയറിൻ്റെ ഫുൾ PYQ നമ്മൾ കോഡിലൂടെ അല്ലെങ്കിൽ എന്താണ് ഫുൾ കണക്റ്റഡ് ഫാക്ട്സും ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിലൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു അടുത്ത ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്കൊരു ഒരു 70% മാർക്കെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കാം. 81ാമത്തെ ചോദ്യം. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസ് ആയ ഒമിക്രോൺ വകഭേദം ഇതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഏതാണ്? B11529. ഓക്കെ, അടുത്ത് നോക്കാം. 82ാമത്തെ ചോദ്യം. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P. ജയചന്ദ്രനാണ് 2021. ഓക്കെ, അപ്പോൾ 2022 എന്താണ്? 2022 TV ചന്ദ്രനാണ് JC ഡാനിയൽ പുരസ്കാരം. ഓക്കെ, അടുത്ത് നോക്കാം. 83ാമത്തെ ചോദ്യം. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ഏതാണ്? ജാവലിൻ. ഓക്കെ, അടുത്തത് 84ാമത്തെ ചോദ്യം. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഇവിടെ COVID-19 ചോദിച്ചെങ്കിൽ ഇനി എന്താണ്? ഇനി വരുന്ന LDC പരീക്ഷകളിലൊക്കെ നമുക്ക് നിപ്പ പഠിക്കേണ്ടി വരും. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. 85ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്രയായിരിക്കും ഓപ്ഷനായി തരുന്നത്. പക്ഷേ ഓർത്ത് വയ്ക്കുക, അരുൺകുമാറിൻ്റെ 2024 ജൂണിൽ കാലാവധി അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്? ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് വിജയ ഭാരതി സയാനിയാണ്
ഓക്കെ, വിജയഭാരതി സയാനിയാണ് ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. 86ാമത്തെ ചോദ്യം, 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഡേവിഡ് ജൂലിയസ് ആൻഡം പാറ്റാപ്യൂട്ടിയൻ. ഓക്കെ, ചോദിച്ചതാണ്, 2-3 തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്ത് നോക്കാം. 87ാമത്തെ ചോദ്യം, 2021 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? സ്കോട്ട്ലാൻഡിലാണ്. 2021 സ്കോട്ട്ലാൻഡ്. 2022 ഈജിപ്താണ്, ഈജിപ്ത്. 2023 ദുബായ് ആണ്, ദുബായ്. ഓക്കെ, എന്താണ്? കോപ്പ് അല്ലേ, കോപ്പ്. എത്രയാണ് പറഞ്ഞത്? 5 കൂട്ടിയാൽ മതി അല്ലേ? 5 കൂട്ടിയാൽ 2021 കൂടെ 5 കൂട്ടിയാൽ 2026 സ്കോട്ട്ലാൻഡ്, 2027 ഈജിപ്റ്റ്, 2028 ദുബായ്. ഓക്കെ, അടുത്ത് നോക്കാം. 88ാമത്തെ ചോദ്യം, 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പോൾ സക്കറിയ. ഓക്കെ, വീണ്ടും ചോദിച്ചിരിക്കുന്നു, രണ്ടാമത് വീണ്ടും ചോദിച്ചിരിക്കുന്നു. അടുത്ത് നോക്കാം. 89. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പുരസ്കാരം അല്ലേ, പുരസ്കാരങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് മാത്രമല്ല 2023 ആണെങ്കിലും 2024 ആണെങ്കിലും ഒരുപാട് തവണ കാണാവുന്ന ഒരു ഏരിയയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ മറ്റുള്ള പുരസ്കാരങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുരസ്കാരങ്ങൾ എന്നുള്ള ക്ലാസ്സുകൾ, കോഡ് വെച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ എന്നുള്ള ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അടുത്ത് നോക്കൂ. 89ാമത്തെ, ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ഏതാണ്? അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. വീണ്ടും അല്ല, രണ്ടാമതായിട്ട് വീണ്ടും ചോദിച്ചിരിക്കുന്നു. അടുത്തത് 90ാമത്തെ ചോദ്യം, 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആരാണ്? പി ജയചന്ദ്രൻ. 2020 പി ജയചന്ദ്രനാണ് JC ഡാനിയൽ പുരസ്കാരം നേടിയത്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. 91 യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ആരാണ്? ഒമാനാണ് അല്ലേ, ഒമാൻ, യാസ്. നമ്മുടെ 2022-23 ചുഴലിക്കാറ്റുകൾ എന്തായാലും പഠിക്കണം. നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, നമ്മൾ 2022-23 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 2022-23 മൊത്തം ചുഴലിക്കാറ്റുകൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. അടുത്ത് നോക്കൂ. 92ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? KK വേണുഗോപാൽ. എന്നാൽ അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്? വെങ്കട്ടരമണി. ഓക്കെ, വെങ്കട്ടരമണിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഓക്കെ, അടുത്ത് നോക്കാം. 93ാമത്തെ ചോദ്യം, സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അല്ല, അദ്ദേഹവും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഓക്കെ, ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവി. ഓക്കെ, അടുത്ത് നോക്കാം. 94ാമത്തെ ചോദ്യം, 2020-21 വർഷത്തിലെ അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. 2021 ചോദിച്ചിരിക്കുന്നത്. 2022 പഠിക്കണം. 2022 ആന്ധ്രാപ്രദേശാണ് 2022 ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. 95ാമത്തെ ചോദ്യം, ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലൻ എന്നിവർക്ക് 2021 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ഇവർ യഥാക്രമം ഏത് രാജ്യത്ത് ജനിച്ചവരാണ്? ജർമ്മനി, സ്കോട്ട്ലാൻഡ്. ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനിയും ഡേവിഡ് മാക്മില്ലൻ സ്കോട്ട്ലാൻഡിലുമാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 96ാമത്തെ ചോദ്യം, 2021 ലോകകപ്പ് 2020 ക്രിക്കറ്റ് മത്സര ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അടുത്തത് 97ാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ശ്രീമതി പി വത്സലയുടെ നെല്ല് എന്താണ്? നോവലാണല്ലേ. ശ്രീ പി വത്സലയുടെ നെല്ല് എന്ന നോവലിനാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് അല്ലേ, എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണ് പുരസ്കാരങ്ങൾ എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 5 to 7 ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ പുരസ്കാരങ്ങളിൽ നിന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ എന്താണ് ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക, നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. ചെറിയൊരു ക്ലാസ്സാണ്, എന്തായാലും ഒന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഇത്രയാണ് 97 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. 2022 ഈ വരുന്ന എക്സാമിൽ ഒരു 50 to 70 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.